ഹായ്, നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസിനെ പറ്റിയിട്ടാണ്. നമുക്കറിയാം ക്യുവറ്റ് യുടെ ഒരു ടോപ്പിക്കാണിത്. ബയോളജി ആൻഡ് ഹ്യൂമൻ വെൽഫെയർ എന്ന ആ ഒരു മെയിൻ ടോപ്പിക്കിൽ വരുന്ന സബ് ടോപ്പിക്കാണ്. ഇനി എന്താണ് ഹ്യൂമൻ ഹെൽത്ത്? ഇപ്പൊ ഹെൽത്തിനെ പറ്റിയിട്ടുള്ള ഒരു ഡെഫിനിഷൻ എന്താണ്? ഇപ്പൊ ആദ്യകാലങ്ങളിലൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഹെൽത്ത് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ മൈൻഡിന്റെ അതുപോലെ തന്നെ നമ്മുടെ ബോഡിയുടെയും ഹ്യൂമർ ആണ്, അതായത് ഹ്യൂമറിന്റെ ബാലൻസ് ആണ് എന്നാണ് ആദ്യകാലങ്ങളിൽ വിചാരിച്ചിരുന്നത്. പിന്നെ ഇപ്പോഴൊക്കെയാണ് മനസ്സിലായത് ഹ്യൂമർ എന്നുള്ളതല്ല, വെൽബീയിങ്, സോഷ്യൽ, ഫിസിക്കൽ, മെന്റൽ വെൽബീയിങ് ആണ് ഹെൽത്ത് എന്ന് പറയുന്നത് ഒരാളുടെ. അപ്പം എന്തൊക്കെയാണ് ഹ്യൂമൻ ഹെൽത്ത്, അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ അതുപോലെ ഏതൊക്കെ ഡിസീസസ് ആണ് ഹ്യൂമൻസിന് വരുന്നത്, അതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഏറ്റവും ഫസ്റ്റ് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ ഈ ഒരു ഓരോ സ്റ്റഡീസും വരുന്നത് ഓരോരോ കാര്യങ്ങൾ കൊണ്ടാണ്. ഇപ്പം നമുക്കറിയാം, ഇപ്പൊ ബയോളജിയിൽ തന്നെ ബയോളജി നാച്ചുറൽ സയൻസിൽ പെടുന്ന ഒരു ഡിസിപ്ലിൻ ആണ്. അപ്പം അതിൽ തന്നെ ഫിസിക്സിന്റെയും കെമിസ്ട്രിയുടെയും കുറച്ച് കാര്യങ്ങളൊക്കെ ഈ ബയോളജിയിൽ വന്നപ്പോഴാണ് ഇതുപോലെയുള്ള സ്റ്റഡീസിനൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് വന്നത്. അതായത് ഡിസീസിനെ പറ്റി, ഹെൽത്തിനെ പറ്റിയിട്ടൊക്കെയും പഠിക്കാൻ പറ്റിയത് ഈ ഫിസിക്സും കെമിസ്ട്രിയും കൂടി ബയോളജിയിലോട്ട് അപ്ലൈ ചെയ്തപ്പോഴാണ്. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെ ഡെയിലി ലൈഫിൽ ഉണ്ടാകുന്ന ഓരോ കാര്യങ്ങളും സ്റ്റഡി ചെയ്യാനൊക്കെ ആയിട്ട് പറ്റി. ഇനി അടുത്തത് ഒരു ആളാണ്, അതായത് MS സ്വാമിനാഥൻ. MS സ്വാമിനാഥൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഒരാളായിരിക്കും. ഏത് ഫീൽഡിലാണ് ഇദ്ദേഹത്തിന്റെ മെയിൻ കോൺട്രിബ്യൂഷൻസ് ഉള്ളത്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഏത് ഫീൽഡിലാണ് മെയിൻ ആയിട്ടും MS സ്വാമിനാഥന്റെ കോൺട്രിബ്യൂഷൻസ് വരുന്നത്? നമുക്കറിയാം അഗ്രികൾച്ചറൽ ഫീൽഡിൽ തന്നെയാണ് MS സ്വാമിനാഥന്റെ കോൺട്രിബ്യൂഷൻസ് വരുന്നത്. ഇനി ഇപ്പം ഫാദർ ഓഫ് ഗ്രീൻ റവല്യൂഷൻ അല്ലെങ്കിൽ ഗ്രീൻ റവല്യൂഷൻ ആരാണ് തുടങ്ങി വെച്ചത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും MS സ്വാമിനാഥൻ തന്നെയാണ്. ഓക്കെ, അപ്പം MS സ്വാമിനാഥൻ അദ്ദേഹം ജനറ്റിക്സിൽ അതുപോലെ തന്നെ പ്ലാൻ ബ്രീഡിങ്ങിൽ ഒരുപാട് ഡെവലപ്മെന്റ്സ് ഉണ്ടാക്കി. അതുപോലെ തന്നെ ദ സ്കൂൾ ഓഫ് സൈറ്റോജനറ്റിക്സ് ആൻഡ് റേഡിയേഷൻ റിസർച്ച് എസ്റ്റാബ്ലിഷ്ഡ് അറ്റ് ഇന്ത്യൻ അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് IARI enabled Swaminathan and his team to develop short duration high yielding varieties of rice including scented basmati. അതായത് ഇപ്പം സെന്റഡ് ബസ്മതി റൈസ് എന്നൊക്കെ പറയുന്നത് MS സ്വാമിനാഥന്റെ ഒരു കണ്ടുപിടുത്താണ്. അതുപോലെ തന്നെ MS സ്വാമിനാഥൻ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ട്, അതായത് ക്രോപ്പ് കഫറ്റീരിയ. ഈ ക്രോപ്പ് കഫറ്റീരിയ എന്ന് പറയുന്നത് MS സ്വാമിനാഥന്റെ ഒരു കോൺട്രിബ്യൂഷൻ ആണ്. ക്രോപ്പ് കഫറ്റീരിയ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്രോപ്പ് റൊട്ടേഷൻ. അതായത് ഇപ്പൊ നമ്മൾ ഒരു ഫീൽഡിൽ ഏറ്റവും ഫസ്റ്റ് ഇപ്പൊ പി ആണ് അവിടെ കൾച്ചർ ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അത് വെട്ടിമാറ്റി അല്ലെങ്കിൽ അതിനെ കത്തിച്ച് ബേൺ ചെയ്ത് കഴിയുമ്പോൾ അവിടെ പിന്നെ വേറെ എന്തെങ്കിലും ഇപ്പോ ബനാന അത് കൾച്ചർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് ക്രോപ്പ് റൊട്ടേഷൻ എന്നാണ് പറയുന്നത്. അതായത് ഓരോ ക്രോപ്പ് മാറി മാറി കൾട്ടിവേറ്റ് ചെയ്യുന്നതിനാണ് ക്രോപ്പ് റൊട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത് എന്ത് കൂട്ടും? ഈൽഡ് കൂട്ടും, അത് ക്വാളിറ്റി കൂട്ടും, അതുപോലെ തന്നെ സോയിലിന്റെ ഫെർട്ടിലിറ്റിയും കൂട്ടും. അപ്പം ആ ഒരു ഐഡിയ കൊണ്ടുവന്നത് MS സ്വാമിനാഥനാണ്. അതുപോലെ തന്നെ ഇപ്പൊ നോർമാൻ ബോർലോഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുടെ പേര് ഇവിടെ കാണാം, നോർമാൻ ബോർലോഗ്. ആളും ഇതുപോലെ തന്നെ അഗ്രികൾച്ചറിലെ കുറെ കോൺട്രിബ്യൂഷൻസ് കൊടുത്തിട്ടുള്ള ഒരാളാണ് നോർമാൻ ബോർലോഗ്. ഇവർ രണ്ടുപേരുമാണ് അഗ്രികൾച്ചറിലെ പ്രൊമിനന്റ് ആയിട്ടുള്ള രണ്ട് ഫിഗേഴ്സ് എന്ന് പറയുന്നത്. അപ്പം സ്വാമിനാഥനും അതുപോലെ തന്നെ നോർമാൻ ബോർലോഗും കൂടിയിട്ട് ആണ് ഗ്രീൻ റവല്യൂഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, അപ്പം ഇത് രണ്ടുപേരുടെയും പ്രവർത്തനമായിട്ടാണ് മെക്സിക്കൻ വെറൈറ്റീസ് ഓഫ് വീറ്റ് ഇന്ത്യയിൽ കൾച്ചർ ചെയ്യാനായിട്ട് തുടങ്ങിയത്. ഓക്കെ, കൾട്ടിവേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങിയത്. ദെൻ നെക്സ്റ്റ് പറയുന്നത് ദിസ് വാസ് ഹൈലി റെക്കഗ്നൈസ്ഡ് ആൻഡ് അപ്രീഷിയേറ്റഡ്. ഹി ഈസ് ഓൾസോ ദ ഇനീഷ്യേറ്റർ ഓഫ് ലാബ് ടു ലാൻഡ് ഫുഡ് സെക്യൂരിറ്റി ആൻഡ് സെവറൽ അതർ എൻവയോൺമെന്റൽ പ്രോഗ്രാംസ്. അതായത് നമുക്കറിയാം ആദ്യകാലങ്ങളിൽ ബ്രീഡിംഗ് ഒക്കെ ചെയ്യിപ്പിച്ചിരുന്നു ട്രഡീഷണൽ മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട്. ബട്ട് അതിനേക്കാൾ കൂടുതൽ ഇപ്പൊ ടിഷ്യൂ കൾച്ചർ അങ്ങനെയുള്ളതൊക്കെ എന്താണ് ലാബിൽ ചെയ്തുകൊണ്ട് വരുന്നതാണ്. അപ്പൊ ലാബിൽ നിന്നും ലാൻഡിലോട്ട് ഇങ്ങനെ അഗ്രികൾച്ചറിന്റെ അപ്ലിക്കേഷൻസ് വരുമ്പോൾ കുറച്ചും കൂടി ഫുഡ് പ്രൊഡക്ഷനിലെ ഈൽഡും ക്വാളിറ്റിയും കൂട്ടാൻ വേണ്ടി പറ്റുന്നുണ്ടെന്ന് ഇദ്ദേഹമാണ് പറഞ്ഞത്. അങ്ങനെ ലാബ് ടു ലാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നതും അല്ലെങ്കിൽ ഇനീഷ്യേറ്റർ എന്ന് പറയുന്നതും MS സ്വാമിനാഥൻ തന്നെയാണ്.
അതുപോലെ തന്നെ MS സ്വാമിനാഥന് പത്മഭൂഷൺ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു അഗ്രികൾച്ചർ ഫീൽഡ് അതിലുള്ള ഒരു എക്സലൻസ് കാരണം. ഓക്കെ, അപ്പൊ MS സ്വാമിനാഥന്റെ പേര് മറക്കാൻ വേണ്ടി പാടില്ല. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് നോർമാൻ ബോർലോഗിന്റെ പേര്. ഓക്കെ, നെക്സ്റ്റ് ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ്. ഇപ്പോ ഞാൻ ഏറ്റവും ഫസ്റ്റ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു. ഏറ്റവും ഫസ്റ്റ് എന്ന് പറയുമ്പോൾ ആൻഷ്യൻ ടൈംസിൽ ഇപ്പം അവർക്ക് അവർ പഠിക്കുന്ന സമയത്ത് ഇപ്പോൾ കുറെ പേരൊക്കെയും ഇതുപോലെ ഡെഫിനിഷൻസും അവരുടെ തോട്ടും കാര്യങ്ങളൊക്കെയും പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അവർ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യം, ഹെൽത്ത് എന്ന് പറയുന്നത് ആസ് എ സ്റ്റേറ്റ് ഓഫ് ബോഡി ആൻഡ് മൈൻഡ് where there was a balance of certain humors. അതായത് ബോഡി മൈൻഡ് തമ്മിലുള്ള ഹ്യൂമറിന്റെ ഒരു ബാലൻസ് ആണ് ഹെൽത്ത് എന്ന് പറഞ്ഞിട്ടുള്ളത് എന്നായിരുന്നു മുമ്പുള്ള ആൾക്കാർ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നത്. ദിസ് വാട്ട് ഏർലി ഗ്രീക്സ് ലൈക്ക് ഹിപ്പക്രേറ്റ്സ് ആസ് വെൽ ആസ് ഇന്ത്യൻ ആയുർവേദ സിസ്റ്റം ഓഫ് മെഡിസിൻ അസേർട്ടഡ്. അപ്പം ഹിപ്പക്രേറ്റ്സ് അതുപോലെ തന്നെ ഇന്ത്യൻ ആയുർവേദ മെഡിസിൻ സിസ്റ്റത്തിലേക്ക് ഉണ്ടായിരുന്ന ആൾക്കാർ ഇത് തന്നെയായിരുന്നു ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് തന്നെയായിരുന്നു അവരുടെയും thought എന്ന് പറയുന്നത്. It was thought that person with black bile belonged to hot personality would have fevers. അതായത് ഇപ്പൊ നമുക്കറിയാം ലിവർ സെക്രീറ്റ് ചെയ്യുന്നതാണ് ബൈൽ എന്ന് പറയുന്നത്. അപ്പൊ ബ്ലാക്ക് ബൈൽ ഉള്ള ഒരാള് എപ്പോഴും ഹോട്ട് പേഴ്സണാലിറ്റി ആയിരിക്കും കാണിക്കുക. അതുപോലെ തന്നെ അവർക്ക് ഫീവർ വരാനുള്ള ചാൻസും ഉണ്ട്. This idea was arrived at by pure reflective thought. അതായത് ഇപ്പൊ ഇവരുടെയൊക്കെയും റിഫ്ലക്റ്റീവ് തോട്ട് കാരണമാണ് ഇങ്ങനെയുള്ള ഐഡിയാസ് ഒക്കെയും ഫോം ചെയ്തത്. ദ ഡിസ്കവറി ഓഫ് ബ്ലഡ് സർക്കുലേഷൻ ബൈ വില്യം ഹാർവി. അപ്പൊ ഇത് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. ഈ പേര് വില്യം ഹാർവി ആണ് എന്ത് കണ്ടുപിടിച്ചത്? ബ്ലഡ് സർക്കുലേഷൻ കണ്ടുപിടിച്ചത്. അപ്പൊ വില്യം ഹാർവി ഇങ്ങനെ ബ്ലഡ് സർക്കുലേഷൻ അപ്പൊ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ, അതുപോലെ എക്സ്പെരിമെന്റ്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്ത് മനസ്സിലാക്കി? ഇപ്പോൾ demonstration of normal body temperature in person with a black bile using thermometer disapproved the good humor hypothesis of health. അപ്പം ഇപ്പൊ നമ്മൾ പറഞ്ഞ ഹ്യൂമർ ഹൈപ്പോത്തസിസ് ആയിരുന്നു മുമ്പ് ഉണ്ടായിരുന്നത്. അപ്പം വില്യം ഹാർവി ഇതുപോലെയുള്ള ബ്ലഡ് സർക്കുലേഷൻ അതുപോലെയുള്ള ഇതിലൊക്കെ എക്സ്പെരിമെന്റ്സ് ചെയ്തു. അതുപോലെ നോർമൽ ബോഡി ടെമ്പറേച്ചർ ഒക്കെ എന്ത് ചെയ്തു? കണ്ടുപിടിച്ചു, എസ്റ്റിമേറ്റ് ചെയ്തു. ഇപ്പൊ ഈ ബൈല് ബ്ലാക്ക് ബൈൽ ആയിട്ടുള്ള ആൾക്കാരിൽ. അപ്പൊ അങ്ങനെ നോക്കിയപ്പോൾ മനസ്സിലായത് ഇപ്പൊ ഈ ഒരു ഗുഡ് ഹ്യൂമർ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് അത് ഡിസപ്രൂവ്ഡ് ആണ് എന്ന് കാട്ടി. അതായത് അങ്ങനെയല്ല ഒരാളുടെ ഹെൽത്ത് നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ടത്. In later years, biology stated that mind influences through neural system, endocrine system, or immune system, and that our immune system maintains our health. Okay, അപ്പം കുറെ കഴിഞ്ഞപ്പോൾ എന്ത് മനസ്സിലാക്കി? ബയോളജി തന്നെ സ്റ്റേറ്റ് ചെയ്തൊരു കാര്യമുണ്ട്. ന്യൂറൽ സിസ്റ്റം, എൻഡോക്രൈൻ സിസ്റ്റം, ഇമ്മ്യൂൺ സിസ്റ്റം ഇതൊക്കെ കൂടിയിട്ടാണ്, അല്ലെങ്കിൽ ഈ ഇമ്മ്യൂൺ സിസ്റ്റം ആണ് മെയിൻ ആയിട്ടും ഹെൽത്ത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പൊ നമുക്കറിയാം ന്യൂറൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ അവിടെ ബ്രെയിനും നെർവസ് സിസ്റ്റവും ആണ് വരുന്നത്. എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയുമ്പോൾ അത് എന്തിനെ സംബന്ധിച്ചുള്ളതാണ്? ഒന്ന് ഓർത്ത് നോക്കി നോക്കിയേ. എൻഡോക്രൈൻ സിസ്റ്റം എന്തിനെ സംബന്ധിച്ചുള്ളതായിരിക്കും? ഹോർമോൺസിനെ സംബന്ധിച്ചുള്ളതാണ്. അപ്പം അതുപോലെ തന്നെയാണ് ഇമ്മ്യൂൺ സിസ്റ്റം. അപ്പൊ ഈ ഹ്യൂമൻ ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ മെയിൻ ആയിട്ട് വരുന്നത് ലിംഫോസൈറ്റ്സ് ഒക്കെ ആണ്, അല്ലെങ്കിൽ ലിംഫറ്റിക് സിസ്റ്റം എന്ന് നമുക്ക് ഇതിന് പറയാം. അപ്പൊ ഈ മെയിൻ ആയിട്ട് ഈ ഇമ്മ്യൂൺ സിസ്റ്റം ആണ് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നത്? ഹെൽത്ത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഹെൻസ് മൈൻഡ് ആൻഡ് മെന്റൽ സ്റ്റേറ്റ് ക്യാൻ അഫക്ട് അവർ ഹെൽത്ത്. അപ്പൊ മൈൻഡിനും മെന്റൽ സ്റ്റേറ്റിനൊക്കെ നമ്മുടെ ഹെൽത്തിൽ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മുടെ ഹെൽത്തിനെ എഫക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ മൈൻഡിനെ മെന്റൽ സ്റ്റേറ്റിനെ എന്നൊക്കെയാണ് പറയുന്നത്. ഓഫ് കോഴ്സ് ഹെൽത്ത് ഈസ് അഫക്റ്റഡ് ബൈ. അപ്പൊ മൈൻഡിന് നമ്മുടെ ഹെൽത്തിൽ ഒരു റോൾ ഉണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ റോൾ ഉള്ള കുറച്ച് വേറെ കുറെ ആൾക്കാരുണ്ട്. അതാണ് ഡിസീസസ് ആൻഡ് ഡിസോർഡേഴ്സ്. അപ്പൊ ഡിസീസ് വന്നാലും ഡിസോർഡേഴ്സ് വന്നാലും അത് നമ്മുടെ ഹെൽത്തിനെ എന്ത് ചെയ്യും? എഫക്ട് ചെയ്യും. അപ്പൊ ഒന്നെന്ന് പറയുന്നത് ജനറ്റിക് ഡിസോർഡേഴ്സ് ആണ്. ജനറ്റിക് ഡിസോർഡേഴ്സ് പേരിൽ തന്നെ ഉണ്ട്. നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമുക്ക് ഉണ്ടാകുന്ന ഡിസോർഡേഴ്സ്, അതായത് നമ്മൾ പാരന്റ്സ് ഇൻഹെറിറ്റ് ചെയ്തെടുക്കുന്ന കുറെ ഡിസോർഡേഴ്സ്, ഡെഫിഷ്യൻസീസ് ഒക്കെ ഉണ്ട്. അതാണ് ഈ ഒരു കാറ്റഗറിയിൽ വരുന്നത്. ഇനി ഇൻഫെക്ഷൻസ്, അതായത് ഇപ്പൊ ബാക്ടീരിയ, വൈറസ് പോലുള്ളതൊക്കെ ഉണ്ട്. അവരുടെയൊക്കെ ഇൻഫെസ്റ്റേഷൻസ് വരുന്ന സമയത്ത് അവിടെ ഉണ്ടാവുന്നത് അവരുടെ ഇൻഫെക്ഷൻസ് ആണ്. അപ്പൊ ഇൻഫെക്ഷൻ എന്നാണ് ഇങ്ങനെയുള്ള മൈക്രോബ്സ് കോസ് ചെയ്യുന്നതിന് പറയുന്ന പേര്. ഇനി ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഉണ്ട്.
അതായത് ഇപ്പൊ നമുക്ക് ജനിക്കുമ്പോൾ കിട്ടുന്ന അസുഖങ്ങൾ മാത്രമല്ല, നമ്മുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ് അതനുസരിച്ച് നമുക്ക് വരുന്ന കുറെ ഡിസീസസ് ഉണ്ട്. ഇപ്പൊ ക്യാൻസർ, ഡയബറ്റിസ്, പിന്നെ അതുപോലെ ഹൈപ്പർ ടെൻഷൻ, അതൊക്കെയും ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസിൽ വരുന്ന ഒന്നാണ്. അപ്പൊ അതിൽ മെയിൻ ആയിട്ട് നമ്മുടെ ലൈഫ് സ്റ്റൈൽ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ കഴിക്കുന്ന ഫുഡ്, വാട്ടർ, റെസ്റ്റ്, എക്സസൈസ്, നമ്മുടെ ഹാബിറ്റ്സ് എന്തൊക്കെയാണ്, ഇതൊക്കെ അനുസരിച്ച് വരുന്ന ഡിസീസസിനെയാണ് നമ്മൾ ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മുടെ ഹെൽത്തിനെ എന്ത് ചെയ്യും, എഫക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മളൊരു ഹെൽത്തി പേഴ്സൺ ആണെങ്കിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഫിസിക്കലി, മെന്റലി, സോഷ്യലി വെൽ ബീയിങ് ആയിരിക്കും. ഓക്കെ. ഇനി നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നു എന്നുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ ഹെൽത്തി ആണോ അൺഹെൽത്തി ആണോ? അൺഹെൽത്തി എന്നാണ് നമ്മൾ പറയുന്നത്. ഇപ്പൊ നമ്മുടെ ഉള്ളിലുള്ള ഏതെങ്കിലും ഒരു ഓർഗൻ നേരം പോലെ ഫങ്ഷൻ ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ അൺഹെൽത്തി പേഴ്സൺ ആയിട്ടാണ് പറയുന്നത്. ഓക്കെ. അപ്പൊ ഹെൽത്തിനെ പറ്റി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ദ ടേം ഹെൽത്ത് ഈസ് വെരി ഫ്രീക്വന്റ്ലി യൂസ്ഡ് ഇൻ എവറിബഡി. ഹൗ ഡു വി ഡിഫൈൻ ഇറ്റ്? ഹെൽത്ത് ഡസ് നോട്ട് സിംപ്ലൈ മീൻ ആബ്സെൻസ് ഓഫ് ഡിസീസ് ഓർ ഫിസിക്കൽ ഫിറ്റ്നസ്. അപ്പം ഹെൽത്ത് എന്ന് പറയുന്നത് സിംപ്ലി ഒരു ഡിസീസ് ഇല്ല എന്നുള്ളതോ അല്ലെങ്കിൽ ഫിസിക്കൽ ഫിറ്റ്നസ് ഉണ്ട് എന്നുള്ളതോ അല്ല. അത് ഉദ്ദേശിക്കുന്നത് ഇറ്റ് കുഡ് ബി ഡിഫൈൻഡ് ആസ് എ സ്റ്റേറ്റ് ഓഫ് കംപ്ലീറ്റ് ഫിസിക്കൽ, മെന്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ്. അതായത് ഒരു കംപ്ലീറ്റ് ഫിസിക്കൽ, മെന്റൽ, സോഷ്യൽ വെൽബീയിങ് ഉണ്ടോ അവരെയാണ് നമ്മൾ ഹെൽത്തി പേഴ്സൺസ് ആയിട്ട് കാണുന്നത്. ഇനി വെൻ പീപ്പിൾ ആർ ഹെൽത്തി ദേ ആർ മോർ എഫിഷ്യന്റ് അറ്റ് വർക്ക്. ഹെൽത്തി ആയിട്ടുള്ള പീപ്പിൾ എപ്പോഴും എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യും. ദിസ് ഇൻക്രീസസ് പ്രൊഡക്ടിവിറ്റി ആൻഡ് ബ്രിങ്സ് എക്കണോമിക് പ്രോസ്പെറിറ്റി. അപ്പൊ അവിടെ എന്ത് കൂടും? പ്രൊഡക്ടിവിറ്റി കൂടും, എക്കണോമിക് പ്രോസ്പെറിറ്റിയും കൂടും. ഹെൽത്ത് ഓൾസോ ഇൻക്രീസസ് ലോങ്ങിവിറ്റി ഓഫ് പീപ്പിൾ ആൻഡ് റെഡ്യൂസസ് ഇൻഫാന്റ് ആൻഡ് മെറ്റേണൽ മോർട്ടാലിറ്റി. ഹെൽത്ത് എന്ന് പറയുന്നത് നമ്മുടെ ലോങ്ങിവിറ്റി, നമ്മുടെ ലൈഫ് സ്പാനും കൂട്ടും, അതുപോലെ തന്നെ ഇൻഫാന്റ് മോർട്ടാലിറ്റി ഉണ്ട്, അതുപോലെ തന്നെ മെറ്റേണൽ മോർട്ടാലിറ്റി ഉണ്ട്. അപ്പം മോർട്ടാലിറ്റി അതായത് ഇൻഫാൻസ് മരിച്ചു പോകുന്നത്, അതുപോലെ തന്നെ മദേഴ്സ് ഇപ്പം ഡെലിവറി കഴിയുമ്പോഴേക്കും മരിച്ചു പോകുന്നതാണ് ഇൻഫാന്റ് മെറ്റേണൽ മോർട്ടാലിറ്റി ഉണ്ട്. അപ്പം അതെല്ലാം എന്തുണ്ടാകും? കുറയും. അപ്പം ഹെൽത്തി ആയിട്ടുള്ള പീപ്പിൾ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള മോർട്ടാലിറ്റീസ് കുറയും, അതുപോലെ തന്നെ ലോങ്ങിവിറ്റി കൂടും ചെയ്യും. ഇനി എന്തൊക്കെയാണ് ഈ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത്? ബാലൻസ്ഡ് ഡയറ്റ്, personal hygiene and regular exercise are very important to maintain good health. ഇപ്പൊ പേഴ്സണൽ ഹൈജീൻ അതുപോലെ തന്നെ റെഗുലർ എക്സസൈസും നമ്മുടെ ഗുഡ് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ ആവശ്യമുള്ള കാര്യങ്ങളാണ്. യോഗ ഹാസ് ബീൻ പ്രാക്ടീസ്ഡ് സിൻസ് ടൈം ഇമ്മെമ്മറിയൽ ടു അച്ചീവ് ഫിസിക്കൽ ആൻഡ് മെന്റൽ ഹെൽത്ത്. അതായത് യോഗ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഫിസിക്കൽ, മെന്റൽ ഹെൽത്ത് കൂട്ടാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഫിസിക്കൽ, മെന്റൽ ഹെൽത്ത് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് യോഗ ചെയ്യുന്നത്. എക്സസൈസും ഇതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് ബാലൻസ്ഡ് ഡയറ്റും പേഴ്സണൽ ഹൈജീനുമാണ്. നമ്മൾ എപ്പോഴും ഫുഡ് കഴിക്കുക എന്നുള്ളതല്ല, എല്ലാതും അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കുക. ബാലൻസ്ഡ് ഡയറ്റിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. പേഴ്സണൽ ഹൈജീനും ഇതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പേഴ്സണൽ ഹൈജീൻ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ നമ്മൾ കൊറോണ കാലത്തൊക്കെയും ചെയ്തിരുന്നത് മാസ്ക് ഇടുക, ഒരു കൈയകലം പാലിക്കുക, അതുപോലെ തന്നെ എപ്പോഴും നമ്മൾ പുറത്തു പോയി വന്നിട്ടുണ്ടെങ്കിൽ ബാത്ത് ചെയ്യും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ പേഴ്സണൽ ഹൈജീനിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പൊ അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ പറ്റുന്നതാണ് പറയുന്നത്. അവയർനെസ് അബൌട്ട് ഡിസീസ് ആൻഡ് ദെയർ effect on different bodily functions, vaccination against infectious diseases, proper disposal of waste, control of vectors and maintenance of hygienic food, water resources are necessary for achieving good health. പിന്നെ പറയുന്നത് നമ്മൾക്കറിയാം, നമ്മൾ പേഴ്സണലി ഹൈജീൻ ആയിട്ട് ഇരുന്നാൽ മാത്രം പോരാ, ഇപ്പൊ ഓരോ സീസണില് പടർന്നു പിടിക്കുന്ന ചില സ്പ്രെഡിങ് ഡിസീസസ് അല്ലെങ്കിൽ ഇൻഫെക്ഷ്യസ് ഡിസീസസ് ഉണ്ട്, അതിനൊക്കെ പറ്റി അവെയർ ആയിട്ടിരിക്കാം. അതുപോലെ തന്നെ ഏതൊക്കെ ഓർഗൻസിലാണ് ഇതുപോലെയുള്ള ഡിസീസ് എഫക്ട് ചെയ്യുന്നത് അത് അറിഞ്ഞിരിക്കാം. അതുപോലെ തന്നെ വാക്സിനേഷൻ, ഇപ്പൊ ഏതെങ്കിലും ഒരു ഡിസീസ് വന്നിട്ടുണ്ടെങ്കിൽ, ഇൻഫെക്ഷ്യസ് ഡിസീസ് വന്നിട്ടുണ്ടെങ്കിൽ അതിനെതിരായിട്ട് വാക്സിൻസ് എടുക്കുക.
പിന്നെ പ്രോപ്പർ ഡിസ്പോസൽ ഓഫ് വേസ്റ്റ് എന്ന് പറയുന്നത് പ്രോപ്പർ ആയിട്ട് ഡിസ്പോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുവിധം ഡിസീസിനൊക്കെ നമുക്ക് അകറ്റി നിർത്താൻ പറ്റുന്നതാണ് പറയുന്നത്. അതുപോലെ തന്നെ കൺട്രോൾ ഓഫ് വെക്ടേഴ്സ്, മെയിൻ ആയിട്ടും ഈ മോസ്കിറ്റോസ്, ഹൗസ് ഫ്ലൈസ് ഒക്കെയാണ്. അപ്പൊ അവരേനൊക്കെയും ഒരുവിധം കൺട്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള ഒരു ഇൻഫെക്ഷ്യസ് ഡിസീസിനൊക്കെ നമുക്ക് ഒരുവിധം മാറ്റി നിർത്താൻ പറ്റും. മെയിൻ്റനൻസ് ഓഫ് ഹൈജീനിക് ഫുഡ്, ഹൈജീനിക് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, അതുപോലെ തന്നെ ബാലൻസ്ഡ് ഫുഡ് ആയിട്ട് കഴിക്കാൻ നോക്കാം. വാട്ടർ റിസോഴ്സസ് ആർ വെരി നെസസറി ഫോർ അച്ചീവിങ് ഗുഡ് ഹെൽത്ത്. അതായത് ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന വാട്ടർ റിസോഴ്സസ് ഒക്കെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. ഇതൊക്കെയാണ് നമ്മുടെ ഗുഡ് ഹെൽത്ത് അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ. ഇനി when the functioning of one or more organs or systems of the body is adversely affected, characterized by various signs and symptoms, we say that we are not healthy. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു ഓർഗൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓർഗൻ സിസ്റ്റം നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും കാരണം കൊണ്ട് ഫങ്ഷൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഒരുപാട് സയൻസ് സിംറ്റംസ് ഒക്കെയും അത് പ്രൊവൈഡ് ചെയ്യും. അപ്പം അങ്ങനെയുള്ളതെല്ലാം അൺഹെൽത്തി ആയിട്ടാണ് നമ്മൾ കാണുന്നത്. ദാറ്റ് ഈസ് വി ഹാവ് എ ഡിസീസ്. അതായത് അൺഹെൽത്തി മീൻസ് നമുക്കൊരു അസുഖം ഉണ്ട്, ഡിസീസ് ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുക. ഡിസീസസ് ക്യാൻ ബി ബ്രോഡ്ലി ഗ്രൂപ്പഡ് ഇൻ ടു ഇൻഫെക്ഷ്യസ് ആൻഡ് നോൺ ഇൻഫെക്ഷ്യസ്. അതായത് ഡിസീസ് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്, ഇൻഫെക്ഷ്യസ് ഉണ്ട്, നോൺ ഇൻഫെക്ഷ്യസ് ഉണ്ട്. ഡിസീസ് വിച്ച് ആർ ഈസിലി ട്രാൻസ്മിറ്റഡ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ ആർ കോൾഡ് ഇൻഫെക്ഷ്യസ് ഡിസീസസ്. Infectious diseases are very common and every one of us suffers from these at some time or other. അതായത് ഇൻഫെക്ഷ്യസ് ഡിസീസ് എന്ന് പറയുന്നത് ഒരു പേഴ്സണിൽ നിന്ന് ഈസിലി വേറൊരു പേഴ്സണിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഡിസീസസിനെയാണ് ഇൻഫെക്ഷ്യസ് ഡിസീസ് എന്ന് പറയുന്നത്. ഓക്കെ, അത് യൂഷ്വലി കോമൺ ആയിട്ട് കാണുന്നതാണ്. ഇനി ചിലതൊക്കെയും ചില ഇൻഫെക്ഷ്യസ് ഡിസീസസ് ആണ് എയ്ഡ്സ് പോലുള്ളത്, അതൊക്കെ ഫാറ്റൽ ആണ്. ഇനി എമംഗ് നോൺ ഇൻഫെക്ഷ്യസ് ഡിസീസ്, അതായത് പടരാത്ത ഡിസീസസ് ഉണ്ട്, സ്പ്രെഡിങ് അല്ലാത്തത്. അപ്പം അങ്ങനെയുള്ളതിൽ ക്യാൻസർ ആണ് മേജർ കോസ് ഓഫ് ഡെത്ത് ആയിട്ട് പറയുന്നത്. ക്യാൻസർ ഒരിക്കലും നമുക്കറിയാം വേറൊരു ആൾക്ക് പകരില്ല. അപ്പം അങ്ങനെയുള്ളതാണ് എന്ത് നോൺ ഇൻഫെക്ഷ്യസ് ഡിസീസ്. അപ്പം അതിനൊരു ഏറ്റവും കൂടുതൽ നോൺ ഇൻഫെക്ഷ്യസ് ഡിസീസസിൽ ഏറ്റവും കൂടുതൽ ഇതുപോലെയുള്ള ഡെത്ത് ഉണ്ടാക്കുന്നത് ക്യാൻസർ പോലെയുള്ള അസുഖങ്ങളാണ്. പിന്നെ അതുപോലെ വേറൊരു നമ്മുടെ സോഷ്യൽ വെൽബീയിങ് ശരിയല്ലാത്തത് കൊണ്ട് ഉണ്ടാകുന്നതാണ് ഡ്രഗ് ആൻഡ് ആൽക്കഹോൾ അബ്യൂസ്. അപ്പൊ അതും ഹെൽത്തിനെ അഡ്വേഴ്സ്ലി എഫക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ഇത്രയും ഡിസീസ് രണ്ട് ടൈപ്പ് ഉണ്ടെന്നാണ് നമ്മൾ മെയിൻ ആയിട്ട് പറഞ്ഞത്, ഇൻഫെക്ഷ്യസും നോൺ ഇൻഫെക്ഷ്യസും. അപ്പൊ അതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. അതുപോലെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഹെൽത്തി ആയിരിക്കാൻ വേണ്ടി മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് അതൊന്ന് ജസ്റ്റ് ഓർത്ത് വെക്കുക. ഇനി നെക്സ്റ്റ്, കോമൺ ഡിസീസ് ഇൻ ഹ്യൂമൻസ്. ഏതൊക്കെയാണ് നമ്മൾ ഹ്യൂമൻസിൽ മെയിൻ ആയിട്ടും കണ്ടുവരുന്ന കോമൺ ഡിസീസസ്? A wide range of organisms belonging to bacteria, virus, fungi, protozoans, helminths, etc. could cause diseases in man. Such disease-causing organisms are called pathogens. അപ്പം നമുക്കറിയാവുന്നതാണ് മൈക്രോ ഓർഗാനിസംസ് ആണ് ഈ ബാക്ടീരിയ, വൈറസ്, ഫംഗി, പ്രോട്ടോസോവൻ, ഹെൽമിന്ത് എന്ന് പറയുന്നത്. അപ്പം ഇവര് എന്താണ് ചെയ്യുന്നത്? ഇവർ മെയിൻ ആയിട്ടും ചിലതൊക്കെ യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിലും ബാക്കിയുള്ളതൊക്കെയും ഹാംഫുൾ ആണ്. അപ്പൊ അവര് നമുക്ക് ഡിസീസ് ഉണ്ടാക്കി തരും. അങ്ങനെ ഡിസീസ് കോസ് ചെയ്യുന്ന ഓർഗാനിസത്തിനെ പറയുന്ന പേരാണ് പാത്തജൻസ്. Most parasites are therefore pathogens as they cause harm to host by living in or on them. അതായത് ചില പാരസൈറ്റ്, അതായത് മോസ്റ്റ് ഓഫ് ദ പാരസൈറ്റ്സും അതുപോലെ പാത്തജൻസ് ആണ്. അവർ ഹോസ്റ്റിന്റെ ഉള്ളില് അല്ലെങ്കിൽ പുറമെ ആയിട്ടായിരിക്കും ജീവിക്കുന്നുണ്ടാവുക. അപ്പം അത് നമുക്ക് എന്താണ് ഹാം ആണ്. അപ്പൊ എല്ലാ പാരസൈറ്റ്സും പാത്തജൻസ് ആണെന്നാണ് പറയുന്നത്. ദ പാത്തജൻസ് can enter our body by various means, multiply and interfere with normal vital activities, resulting in morphological and functional damage. അതായത് പാത്തജൻസ് ഒക്കെയും പല രീതിയിൽ ആണ് നമ്മുടെ ബോഡിയിൽ എത്തുന്നത്, പല മെത്തേഡ്സ് അല്ലെങ്കിൽ മീൻസ് വഴി. അതൊന്ന് നമ്മുടെ ബോഡിയിൽ മൾട്ടിപ്ലൈ ചെയ്യും, നമ്മുടെ നോർമൽ വൈറ്റൽ ആക്ടിവിറ്റീസിലോട്ട് ഇന്റർഫിയർ ചെയ്യും, അതുപോലെ തന്നെ മോർഫോളജിക്കൽ ഫങ്ഷണൽ ഡാമേജ് കോസ് ചെയ്യും. അപ്പം ഇതൊക്കെയാണ് പാത്തജൻസ് നമ്മുടെ ബോഡിയിൽ ചെയ്യുന്ന കാര്യങ്ങൾ. Pathogens have to adopt to life within the environment of the host. അപ്പം ഈ ഒരു പാത്തജൻ എന്ത് ചെയ്യും, നമ്മുടെ ഹോസ്റ്റ് ആയിട്ട് അഡാപ്റ്റ് ചെയ്തു പോകും. ഓക്കെ, ഫോർ എക്സാമ്പിൾ, the pathogens that enter the gut must know a way of surviving in the stomach at low pH,
ആൻഡ് റെസിസ്റ്റിംഗ് വാരിയസ് ഡൈജസ്റ്റീവ് എൻസൈംസ്. അപ്പം നമ്മുടെ ഹ്യൂമൻ സ്റ്റമക്കിൽ റെസ്റ്റ് ചെയ്യുന്ന പാത്തജൻസ് ഉണ്ട്. അപ്പൊ അവർക്കറിയാം എങ്ങനെയാണ് അവിടെ സർവൈവ് ചെയ്യേണ്ടത്, ലോ പി എച്ചിന് എങ്ങനെ സർവൈവ് ചെയ്യണം, ഡൈജസ്റ്റീവ് എൻസൈംസിന് എങ്ങനെ സർവൈവ് ചെയ്യണം, അതൊക്കെ അവർക്കറിയാം. അപ്പൊ അവരങ്ങനെ അഡാപ്റ്റ് ചെയ്ത് പോകും ഹോസ്റ്റിന്റെ എൻവയോൺമെന്റ് ആയിട്ട്. A few representative members from different group of pathogenic organisms are discussed. Okay, അപ്പം ഇനി നമുക്ക് ഏതൊക്കെയാണ് ഇതുപോലെയുള്ള ഡിസീസ്, പാത്തജൻസ് കോസ് ചെയ്യുന്ന ഡിസീസസ്, അപ്പം അതിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സാൽമോണല്ല ടൈഫി എന്ന് പറയുന്ന ഒരു ഡിസീസ് ഉണ്ട്. ഇറ്റ്സ് എ പാത്തജനിക് ബാക്ടീരിയം വിച്ച് കോസ് ടൈഫോയിഡ് ഫീവർ ഇൻ ഹ്യൂമൻ ബീങ്സ്. ബട്ട് സാൽമോണല്ല ടൈഫി എന്ന് പറഞ്ഞിട്ടുള്ള ബാക്ടീരിയം കോസ് ചെയ്യുന്നത് ടൈഫോയിഡ് ഫീവർ ആണ്. Okay, these pathogens are generally enter the small intestine. Small intestine ലോട്ട് എത്തും through water and food contaminated with them and migrate to other organs through blood. അതായത് ഫുഡ് വാട്ടർ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡ് വാട്ടറിലൂടെയാണ് ഈ ഒരു ബാക്ടീരിയ നമ്മുടെ ഉള്ളിലോട്ട് എത്തുന്നത്. എന്നിട്ട് അത് ബ്ലഡ് വഴി പല ഓർഗാൻസിലോട്ടും പിന്നീട് എത്തുകയാണ് ചെയ്യുന്നത്. സസ്റ്റൈൻഡ് ഹൈ ഫീവർ 39°C to 40°C, weakness, stomach pain, constipation, headache, loss of appetite are some of the common symptoms of this disease. അപ്പം ഇതിന്റെ കോമൺ സിംറ്റംസ് എന്ന് പറയുന്നത് ഒന്ന് ഹൈ ഫീവർ, പിന്നെ വീക്ക്നെസ്, സ്റ്റമക് പെയിൻ, കോൺസ്റ്റിപ്പേഷൻ, ഹെഡേക്ക്, ലോസ് ഓഫ് അപ്പറ്റൈറ്റ്, ഇതൊക്കെയാണ് കോമൺ സിംറ്റംസ് ആയിട്ട് പറയുന്നത് ടൈഫോയിഡിന്റെ. ഇൻഡസ്റ്റിനൽ പെർഫറേഷൻ ആൻഡ് ഡെത്ത് മേ ഒക്കർ ഇൻ സിവിയർ കേസസ്. അപ്പം ഇൻഡസ്റ്റിനൽ പെർഫറേഷനും അതുപോലെ തന്നെ ഡെത്തും ഉണ്ടാകാം സിവിയർ ആയിട്ടുള്ള കേസസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ. ടൈഫോയിഡ് ഫീവർ കുഡ് ബി കൺഫേംഡ് ബൈ യൂസിങ് എ ടെസ്റ്റ്, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ഉണ്ട് ഈ ഒരു ടൈഫോയിഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഡിസീസിന്. അപ്പം അത് ആ ടെസ്റ്റിന്റെ പേരാണ് വൈഡൽ ടെസ്റ്റ്. എ ക്ലാസിക് കേസ് ഇൻ മെഡിസിൻ ദാറ്റ് ഓഫ് മേരി മാലൻ. ഇനി ഒരു ജസ്റ്റ് ഒരു ഫാക്ട് ആണ് പറയുന്നത്. മേരി മാലൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലേഡി ഉണ്ടായിരുന്നു. ടൈഫോയിഡ് മേരി എന്നാണ് നമ്മൾ നിക് നെയിം ആയിട്ട് കൊടുക്കുന്നത്. അപ്പൊ ടൈഫോയിഡ് മേരി എന്ന് പറയാൻ എന്ന് അവരെ വിളിക്കാൻ കാരണം ഷി വാസ് എ കുക്ക് ബൈ പ്രൊഫഷൻ. പ്രൊഫഷണലി അവരൊരു കുക്കായിരുന്നു. ആൻഡ് വാസ് എ ടൈഫോയിഡ് കാരിയർ ഹു കണ്ടിന്യൂഡ് ടു സ്പ്രെഡ് ടൈഫോയിഡ് ഫോർ സെവറൽ ഇയേഴ്സ് ത്രൂ ദ ഫുഡ് ഷീ പ്രിപ്പയർ. അപ്പം ഒരു ടൈഫോയിഡ് കാരിയറും കൂടിയായിരുന്നു. അങ്ങനെ ഒരുപാട് നാള് ഇതുപോലെ കുക്കിംഗ് തന്നെയായിരുന്നു പ്രൊഫഷൻ. അതുവഴി ഒരുപാട് ആൾക്കാർക്ക് ഇതുപോലെ ടൈഫോയിഡ് പരത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ മേരി മാലനെ ടൈഫോയിഡ് മേരി, ഒരുപാട് പേർക്ക് ഇങ്ങനെയുള്ള ഇൻഫെക്ഷ്യസ് ഡിസീസ് കൊടുത്തത് കൊണ്ട് ടൈഫോയിഡ് മേരി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ ടൈഫോയിഡ് ആരാണ് കോസ് ചെയ്യുന്നത്? സാൽമോണല്ല ടൈഫി. ഇനി അത് ഏത് ടെസ്റ്റ് വഴിയാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്? വൈഡൽ ടെസ്റ്റ്. ഇനി അവിടെ വരുന്ന ഒരു പ്രൊമിനന്റ് ഫിഗർ എന്ന് പറയുന്നത് ഈ മേരി, ടൈഫോയിഡ് മേരി ആണ്, അല്ലെങ്കിൽ മേരി മാലൻ ആണ്. അപ്പൊ അതൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാം. ഇനി നെക്സ്റ്റ് ഡിസീസ് എന്ന് പറയുന്നത് ന്യൂമോണിയ ആണ്. അപ്പൊ ന്യൂമോണിയ കോസ് ചെയ്യുന്ന ബാക്ടീരിയ സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയയും അതുപോലെ ഹീമോഫിലസ് ഇൻഫ്ലുവൻസയും ഒരുമിച്ചാണ്. അപ്പൊ ഇവർ രണ്ടുപേരും കൂടിയിട്ടാണ് ന്യൂമോണിയെ ഹ്യൂമൻസിൽ കോസ് ചെയ്യുന്നത്. ഓക്കെ, which infects the alveoli, airfill sacs of the lungs. ലങ്സിന്റെ airfill sacs, അതായത് ആൽവിയോളൈസിനെ ഇൻഫെക്ട് ചെയ്യുന്നതാണ് ഇവർ രണ്ടുപേരും. എന്നിട്ടാണ് ഈ ന്യൂമോണിയ കോസ് ചെയ്യുന്നത്. ആസ് എ റിസൾട്ട് ഓഫ് ദ ഇൻഫെക്ഷൻ, the alveoli get filled with the fluid leading to severe problems in respiration. അപ്പൊ ഇങ്ങനെ ഇൻഫെക്ഷൻ വരുന്ന സമയത്ത് ആൽവിയോളൈ ഫിൽഡ് ആയിട്ടിരിക്കും, ഒരു ഫ്ലൂയിഡ് ഫിൽഡ് ആയിട്ടിരിക്കും. അങ്ങനെ അവിടെ ഒരുപാട് റെസ്പിറേഷൻ പ്രോബ്ലംസ് ഉണ്ടാകും. സിവിയർ ആയിട്ടുള്ള റെസ്പിറേഷൻ പ്രോബ്ലംസ് കോസ് ചെയ്യും. ദ സിംറ്റംസ് ഓഫ് ന്യൂമോണിയ ഇൻക്ലൂഡ്, എന്തൊക്കെ സിംറ്റംസ് ആണ് ഉണ്ടാകുന്നത്? ഫീവർ, ചിൽസ്, കഫ്, ഹെഡേക്ക്, ഇതൊക്കെയാണ് കോമൺ സിംറ്റംസ്. ഇൻ സിവിയർ കേസസ് ദ ലിപ്സ്, ഫിംഗർ നെയിൽസ് may turn grey to bluish in color. അങ്ങനെ ഇപ്പൊ ലിപ്സും അതുപോലെ തന്നെ നെയിൽസും ഗ്രേ ടു ബ്ലൂയിഷ് കളർ ചേഞ്ച് കാണിക്കുന്നുണ്ട് ചില സമയത്ത്, അതായത് സിവിയർ കേസസിൽ. A healthy person acquires the infection by inhaling the droplets, aerosols released by an infected person, or even by sharing glasses and utensils with an infected person. അതായത് ഇപ്പം ഒരു ഹെൽത്തി പേഴ്സൺ, ഇപ്പൊ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പേഴ്സന്റെ ഡ്രോപ്ലെറ്റ്സ്, എയറോസോൾസ് ഇങ്ങനെ ഇപ്പം സ്നീസിങ്, കഫൊക്കെ വഴി എയറിൽ സ്പ്രെഡ് ആയിട്ടുണ്ടെങ്കിൽ അത് ഇൻഹെയിൽ ചെയ്യുന്നത് വഴി
ഹെൽത്തി പേഴ്സൺസിന് ഈ ഒരു ഡിസീസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻഫെക്റ്റഡ് പേഴ്സൺ യൂസ് ചെയ്തിട്ടുള്ള യൂട്ടൻസിൽസ്, ഗ്ലാസസ് അതൊക്കെ ഷെയർ ചെയ്യുന്നത് വഴി എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഡിസീസ് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ വേറൊരാൾക്ക് കിട്ടുന്നുണ്ട്. ഡിസെൻട്രി, പ്ലേഗ്, ഡിഫ്തീരിയ എക്സെട്ര ആർ സം ഓഫ് ദ അതർ ബാക്ടീരിയൽ ഡിസീസസ് ഇൻ മാൻ. ഇനി ഇപ്പം വേറെ ഏതൊക്കെ ബാക്ടീരിയൽ ഡിസീസസ് ആണ് മനുഷ്യരിൽ കാണുന്നത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡിസെൻട്രി, പ്ലേഗ്, ഡിഫ്തീരിയ ഒക്കെയാണ് പിന്നെ വരുന്ന ബാക്ടീരിയൽ ഡിസീസസ്. ഇനി വൈറസ് കോസ് ചെയ്യുന്ന ഒരു ഡിസീസിനെ പറ്റി നോക്കാം. Many viruses also cause diseases in human beings. Rhinoviruses represent one such group of viruses which cause one of the most infectious human ailments called common cold. അതായത് റിനോ വൈറസ് എന്ന് പറഞ്ഞിട്ടുള്ള വൈറസ് കോസ് ചെയ്യുന്ന ഒരു ഡിസീസ് ആണ് കോമൺ കോൾഡ്. ഓക്കെ, ദേ ഇൻഫെക്ട് ദ നോസ് ആൻഡ് റെസ്പിറേറ്ററി പാസേജ് ബട്ട് നോട്ട് ദ ലങ്സ്. അതെപ്പോഴും നോസിനും റെസ്പിറേറ്ററി ട്രാക്റ്റിനെയും ഒക്കെയാണ് അത് ഇഫക്ട് ചെയ്യുന്നത്, പക്ഷെ ഒരിക്കലും ലങ്സിന് അത് എഫക്ട് ചെയ്യുന്നില്ല. The common cold is characterized by nasal congestion and discharge, sore throat, hoarseness, cough, headache, tiredness, etc., which usually lasts for 3 to 7 days. ഒരു 1 week അത്രയും നീണ്ടു നിൽക്കുന്നതാണ് ഒരു കോമൺ കോൾഡ് എന്ന് പറയുന്നത്. അതിന് വരുന്ന സിംറ്റംസ് എന്ന് പറയുന്നത് നേസൽ കൺജങ്ഷൻസ്, അതുപോലെ ഡിസ്ചാർജ്, അതുപോലെ തന്നെ സോർ ത്രോട്ട്, ഹോസ്നെസ്, കഫ്, ഹെഡേക്ക്, ടയർഡ്നെസ്, ഇതൊക്കെയാണ് ഇതിന്റെ കോമൺ സിംറ്റംസ് ആയിട്ട് വരുന്നത്. Droplets resulting from the cough or sneezes of an infected person are either inhaled directly or transmitted through contaminated objects such as pen, book, cup, doorknobs, computer keyboard or mouse, etc., and cause infection in a healthy person. അതായത് ഇപ്പം ഓൾറെഡി ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പേഴ്സന്റെ കഫ്, സ്നീസ് വഴി ഡ്രോപ്ലെറ്റ്സ് എയറിൽ സ്പ്രെഡ് ആവും. അത് ഇൻഹെയിൽ ചെയ്യുന്നത് വഴി ഇതുപോലെ തന്നെ ഒരുപാട് യൂട്ടൻസിൽസ്, പെൻസ് അതുപോലെയുള്ളതൊക്കെയും ഷെയർ ചെയ്യുന്നത് വഴി എന്തുണ്ടാകും, ഹെൽത്തി പേഴ്സൺ ഈ ഒരു ഡിസീസ് കോസ് ആകുന്നുണ്ട്. അതായത് ഹെൽത്തി പേഴ്സൺ ഈ ഒരു ഡിസീസ് വരാനുള്ള കാരണങ്ങളാണ്. ഓക്കെ, അപ്പൊ കോമൺ കോൾഡ് കോസ് ചെയ്യുന്നത് ആരാണ്? റിനോ വൈറസ്. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് പ്രോട്ടോസോവൻസ് കോസ് ചെയ്യുന്ന ഒരു ഡിസീസ് ആണ്. അപ്പൊ മലേറിയ എന്നാണ് അതിന് പറയുന്നത്. എ ഡിസീസ് മാൻ ഹാസ് ബീൻ ഫൈറ്റിംഗ് സിൻസ് മെനി ഇയേഴ്സ്. പ്ലാസ്മോഡിയം, എ ടൈനി പ്രോട്ടോസോവൻ ഇസ് റെസ്പോൺസിബിൾ ഫോർ ദിസ് ഡിസീസ്. അപ്പം മലേറിയ കോസ് ചെയ്യുന്നത് ഒരു പ്രോട്ടോസോവൻ ആണ്, പ്ലാസ്മോഡിയം. അപ്പൊ പ്ലാസ്മോഡിയം തന്നെ പല സ്പീഷീസ് ഉണ്ട്. പ്ലാസ്മോഡിയം വൈവാക്സ്, പ്ലാസ്മോഡിയം മലേറിയ, പ്ലാസ്മോഡിയം ഫാൽസിപ്പാരം, അങ്ങനെയൊക്കെ പറയുന്ന പല ടൈപ്പ് ഉണ്ട്. അപ്പൊ ഇതൊക്കെയാണ് മലേറിയ കോസ് ചെയ്യുന്നത്. Then of this, malignant malaria caused by Plasmodium falciparum is the most serious one and can even be fatal. അതായത് പല ടൈപ്പ് പ്ലാസ്മോഡിയം ഇതുപോലെയുള്ള പ്രോട്ടോസോവൻസ് ഉണ്ടെങ്കിലും അതിൽ മെയിൻ ആയിട്ട് ഇപ്പൊ പ്ലാസ്മോഡിയം ഫാൽസിപ്പാരം കോസ് ചെയ്യുന്ന മലേറിയ അത്രയും ഫേറ്റൽ ആണെന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ ഇപ്പൊ മലേറിയക്ക് ഒരു ലൈഫ് സൈക്കിൾ ഉണ്ട്, അല്ലെങ്കിൽ ഈ പ്ലാസ്മോഡിയത്തിന് ഒരു ലൈഫ് സൈക്കിൾ ഉണ്ട്. ഏറ്റവും ഫസ്റ്റ് പ്ലാസ്മോഡിയം ഹ്യൂമൻ ബോഡിയിൽ സ്പോറോസോയിറ്റ് ആയിട്ടാണ് എൻ്റർ ആകുന്നത് ത്രൂ ദ ബൈറ്റ് ഓഫ് ഇൻഫെക്റ്റഡ് ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ. ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ ആണ് ഇവിടുത്തെ വെക്ടർ ആയിട്ട് വരുന്നത്. അപ്പൊ ഈ പ്ലാസ്മോഡിയത്തിന്റെ ലൈഫ് സൈക്കിളിൽ ഏറ്റവും ഫസ്റ്റ് ഹ്യൂമൻ ബോഡിയിലോട്ട് എത്തുന്നത് സ്പോറോസോയിറ്റ് ആയിട്ടാണ്. അത് ആരെ കൊണ്ട് കൊടുക്കുന്നത്? ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ. The parasites initially multiply within the liver cell and then attack the red blood cells, resulting in their rupture. അപ്പൊ ഈ പാരസൈറ്റ്സ് ഇനീഷ്യലി മൾട്ടിപ്ലൈ ചെയ്യും ഈ ലിവർ സെൽസിൽ. അത് കഴിഞ്ഞിട്ട് റെഡ് ബ്ലഡ് സെൽസ് എന്ത് ചെയ്യും? അതിനെ അറ്റാക്ക് ചെയ്തിട്ട് അതിനൊക്കെ റപ്ചർ ചെയ്ത് കളയും. അതായത് ഈ RBCs റപ്ചർ ചെയ്യും. The rupture of RBC is associated with the release of toxic substance called ഹീമോസോയിൻ. അപ്പൊ ഈ ഒരു RBC റപ്ചർ ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന ഒരു ടോക്സിക് സബ്സ്റ്റൻസ് ആണ് ഹീമോസോയിൻ, which is responsible for the chill and high fever recurring every 3 or 4 days. അതായത് ചിൽ, ഹൈ ഫീവർ ഒക്കെ കോസ് ചെയ്യുന്നത് ഈ ഹീമോസോയിൻ ആണ്. When a female Anopheles mosquito bites an infected person,
ഇപ്പം ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ ഇൻഫെക്റ്റഡ് പേഴ്സണെ ബൈറ്റ് ചെയ്യുന്ന സമയത്ത് ദീസ് പാരാസൈറ്റ്സ് എൻറ്റർ ദ മോസ്കിറ്റോസ് ബോഡി, പാരാസൈറ്റ്സ് മോസ്കിറ്റോ ബോഡിയിലോട്ട് എത്തുന്നു, അണ്ടർഗോ ഫെർദർ ഡെവലപ്മെന്റ്. അതായത് ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ ഒരു ഇൻഫെക്റ്റഡ് പേഴ്സണിലോട്ട് ഇൻഫെസ്റ്റേഷൻ നടത്തുമ്പോഴാണ് ആ ഒരു പ്ലാസ്മോഡിയം നമ്മൾ ഹോസ്റ്റിന്റെ ഉള്ളിലോട്ട് കയറുന്നത്. പിന്നെയും ഈ ഒരു ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ ബൈറ്റ് ഇൻഫെക്റ്റഡ് പേഴ്സണെ ബൈറ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഇപ്പം ഓൾറെഡി കുറച്ച് ഡെവലപ്മെന്റ് ആയിട്ടുള്ള മോസ്കിറ്റോസിനേക്കും അതായത് ആയിട്ടുള്ളതിനെ തിരിച്ച് ആ ഒരു അനോഫിലസ് മോസ്കിറ്റോസിലോട്ട് എത്തുകയും അവിടെ ഫെർദർ ഡെവലപ്മെന്റ് നടക്കുകയും ചെയ്യുന്നുണ്ട്. ദ പാരാസൈറ്റ്സ് മൾട്ടിപ്ലൈ വിത്തിൻ ദം ടു ഫോം സ്പോറോസോയിഡ്സ്. അതായത് പിന്നെയും ഈ മോസ്കിറ്റോയുടെ ഉള്ളിലെ പാരാസൈറ്റ്സ് മൾട്ടിപ്ലൈ ചെയ്ത് സ്പോറോസോയിഡ്സ് ഉണ്ടാകുന്ന ഈ സ്പോറോസോയിഡ്സിൽ ഇരുന്ന് ഇങ്ങനെ പാരാസൈറ്റ്സ് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അത് എന്തിൽ സ്റ്റോർ ചെയ്യുന്നുണ്ട്? സലൈവറി ഗ്ലാൻസിൽ സ്റ്റോർ ചെയ്യുന്നുണ്ട്. When these mosquitoes bite a human, the sporozoids are introduced into his or her body. വീണ്ടും ഈ മോസ്കിറ്റോ ആരെങ്കിലും ബൈറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ സലൈവറി ഗ്ലാൻസിൽ ഇരിക്കുന്ന ആ സ്പോറോസോയിഡ്സ് വീണ്ടും ആ ഒരു ഹ്യൂമനിലോട്ട് ഇൻഫെസ്റ്റഡ് ആകുന്നുണ്ട്. ഇറ്റ് ഈസ് ഇൻട്രസ്റ്റിംഗ് ആൻഡ് നോട്ട് ദാറ്റ് മലേറിയൽ പാരാസൈറ്റ് റിക്വയർ ടു ഹോസ്റ്റ്. അപ്പൊ എപ്പോഴും മലേറിയൽ പാരാസൈറ്റ് എന്ന് പറയുന്ന ഈ പ്ലാസ്മോഡിയത്തിന് എപ്പോഴും 2 ഹോസ്റ്റ് വേണം, ഒന്ന് ഹ്യൂമൻസും ഒന്ന് അനോഫിലസ് മോസ്കിറ്റോ. ഓക്കെ, അപ്പം ഇത് നമ്മൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഈ ഒരു ലൈഫ് സൈക്കിൾ നോക്കിയാൽ മതി. അതായത് ഏറ്റവും ഫസ്റ്റ് എന്ത് ചെയ്യുന്നു? when the mosquito bite human, sporozoid are injected with bite. അതായത് ഒരു ആളെ ബൈറ്റ് ചെയ്യുന്നത് വഴി ഈ മോസ്കിറ്റോസിലുള്ള സലൈവറി ഗ്ലാൻഡില് സ്പോറോസോയിഡ്സ് എങ്ങോട്ട് കൊടുക്കാണ്? ആ ഒരു ഹ്യൂമനിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാണ്. ദെൻ ലങ്സിലോട്ട്, ഇപ്പോൾ പാരാസൈറ്റ്, ഇപ്പോൾ സ്പോറോസോയിഡ്സ് ഉണ്ട്, അപ്പം അതിനുള്ളിലാണ് പാരാസൈറ്റ്സ് കാണുന്നത്. അപ്പൊ അത് ലിവറിലോട്ട് എത്തുന്നുണ്ട് ത്രൂ ബ്ലഡിലൂടെ ലിവറിലോട്ട് എത്തുന്നു. ഇനി അവിടെ വെച്ച് ദ പാരാസൈറ്റ് റിപ്രൊഡ്യൂസസ് എസെഷ്വലി ഇൻ ലിവർ സെൽസ്, ബേഴ്സിംഗ് ദ സെൽ ആൻഡ് റിലീസ് ഇറ്റ് ഇൻ ടു ദ ബ്ലഡ്. അപ്പം അത് ഈ പാരാസൈറ്റ്സ് എസെഷ്യലി റിപ്രൊഡ്യൂസ് ചെയ്യും ഈ ലിവർ സെല്ലിൽ ഇരുന്നിട്ട്. എന്നിട്ട് ഈ സെല്ല് റപ്ചർ ചെയ്ത് അല്ലെങ്കിൽ ബേഴ്സ്റ്റ് ചെയ്തിട്ട് അത് ബ്ലഡിലോട്ട് കലരുന്നു. അത് കഴിയുമ്പോൾ പാരാസൈറ്റ് റിപ്രൊഡ്യൂസ് എസെഷ്യലി ഇൻ റെഡ് ബ്ലഡ് സെൽ. പിന്നെയും എസെഷ്യലി ഈ ഒരു പാരാസൈറ്റ് റിപ്രൊഡ്യൂസ് ചെയ്യും റെഡ് ബ്ലഡ് സെല്ലിൽ അല്ലെങ്കിൽ RBCയിൽ. വീണ്ടും ഈ റെഡ് ബ്ലഡ് സെല്ല് റപ്ചർ ആകുക അല്ലെങ്കിൽ ബേഴ്സ്റ്റ് ചെയ്യും. അപ്പം എന്ത് ചെയ്യും? കോസിങ് സൈക്കിൾസ് ഓഫ് ഫീവർ ആൻഡ് അതർ സിംറ്റംസ്. അപ്പൊ അവിടെ സിംറ്റംസ് ഉണ്ടാവാൻ തുടങ്ങും. റിലീസഡ് പാരാസൈറ്റ്സ് ഇൻഫെക്ട് ന്യൂ റെഡ് ബ്ലഡ് സെൽസ്. ഈ ഒരു RBC റപ്ചർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേറെ RBCയിലോട്ട് ഈ ഒരു പാരാസൈറ്റ്സ് ഇൻഫെക്റ്റഡ് ആകും. അത് കഴിയുമ്പോൾ സെക്ഷൽ സ്റ്റേജ് ഗാമറ്റോസൈറ്റ്സ് ഡെവലപ്ഡ് ഇൻ റെഡ് ബ്ലഡ് സെൽസ്. അപ്പൊ അത് കഴിയുമ്പോൾ പിന്നെ റെഡ് ബ്ലഡ് സെല്ലിൽ ഉണ്ടാകുന്നത് ഗാമറ്റോസൈറ്റ്സ് ആണ്. സ്പോറോസൈറ്റ്സ് കഴിഞ്ഞു, പിന്നീട് ഉണ്ടാകുന്നത് ഗാമറ്റോസൈറ്റ്സ് ആണ്. അപ്പൊ അവിടെ സെക്ഷൽ സ്റ്റേജ് സ്റ്റാർട്ട് ചെയ്തു. ഗാമറ്റോസൈറ്റ് ആണ് അവിടെ വരുന്നത്. ദെൻ ഈ ഗാമറ്റോസൈറ്റ്സ് ഫീമെയിൽ മോസ്കിറ്റോ ടേക്ക് അപ്പ് ഗാമറ്റോസൈറ്റ്സ് വിത്ത് ബ്ലഡ് മീൽ. പിന്നെയും ഈ ഒരു മോസ്കിറ്റോ ഇപ്പം ഇൻജക്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ബൈറ്റ് ചെയ്യുന്ന സമയത്ത് അവിടുന്ന് എന്ത് ഇൻജക്ട് ചെയ്ത് കൊണ്ടുപോകും? ഗാമറ്റോസൈറ്റ്സ് ഇൻജക്ട് ചെയ്ത് കൊണ്ടുപോകും. എന്നിട്ട് പിന്നീട് ഫെർട്ടിലൈസേഷൻ ഡെവലപ്മെന്റ് ഓഫ് ദ ഗാമറ്റോസൈറ്റ് അത് ടേക്ക് പ്ലേസ് ചെയ്യുന്നത് മോസ്കിറ്റോയുടെ ഗട്ടിലാണ്. അപ്പം ഹ്യൂമൻസിലുള്ള ആ ഒരു സൈക്കിള് ഇവിടം കൊണ്ട് അവസാനിപ്പിച്ചു, ഗാമറ്റോസൈറ്റ് വരെയും വെച്ച് അവസാനിപ്പിച്ചു. അത്രയും ഡെവലപ്മെന്റ് ആണ് ഹ്യൂമൻസിൽ നടക്കുന്നത്. അത് കഴിഞ്ഞ് ബാക്കിയൊക്കെ മോസ്കിറ്റോ ഹോസ്റ്റിലാണ് നടക്കുന്നത്. അപ്പം ഈ ഒരു ഗാമറ്റോസൈറ്റും ബ്ലഡ് മീലും ഒരുമിച്ച് ഈ മോസ്കിറ്റോ ബൈറ്റിലൂടെ എടുക്കും. അത് കഴിഞ്ഞ് മോസ്കിറ്റോയിലാണ് ഫെർദർ ഡെവലപ്മെന്റ്സ് നടക്കുന്നത്. ദെൻ ദ മോസ്കിറ്റോയുടെ സലൈവറി ഗ്ലാൻസിലാണ് ഈ സ്പോറോസൈറ്റ്സ് ഉണ്ടായിരിക്കും. അപ്പൊ മെച്ചർ ഇൻഫെക്റ്റീവ് സ്റ്റേജസ്, അതായത് സ്പോറോസോയിറ്റ് ആയിട്ട് ഇത് മാറുന്നു. എസ്കേപ്പ് ഫ്രം ഗട്ട് ആൻഡ് മൈഗ്രേറ്റ് ടു ദ മോസ്കിറ്റോ സലൈവറി ഗ്ലാൻഡ്. അപ്പൊ ഗട്ടിലാണ് ഇത് വളരുന്നത് എന്നുണ്ടെങ്കിലും അത് സ്പോറോസോയിറ്റ് ആയിട്ടുണ്ടെങ്കിൽ സലൈവറി ഗ്ലാൻഡ്സിലോട്ട് എത്തും. പിന്നീട് വീണ്ടും ഇത് ഒരു ഹ്യൂമനെ ബൈറ്റ് ചെയ്യുന്ന സമയത്ത് എന്തുണ്ടാകും? ഈ സ്പോറോസോയിറ്റ് ആണ് ആർക്ക് കൊടുക്കുന്നത്? ഹ്യൂമൻസിനെ കൊടുക്കുന്നത്.
പിന്നെ വീണ്ടും ലിവറിലെത്തി ഈ സ്പോറോസോയിഡ്സ് എത്തുന്നു. അത് കഴിഞ്ഞിട്ട് ബ്ലഡിലൂടെ എത്തുന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ ലിവർ സെല്ലിന്റെ ഉള്ളിൽ ഇരുന്ന് സെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്യുന്നു. ലിവർ സെല്ല് ബേസ്റ്റ് ചെയ്യുന്നു, ബ്ലഡിൽ കളയുന്നു, ബ്ലഡിൽ RBCയിലോട്ട് കയറുന്നു, RBCയിൽ സെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്യുന്നു, ആ RBC ബേസ്റ്റ് ചെയ്യുന്നു, പിന്നീട് വേറെ RBCയിലോട്ട് കയറുന്നു, ഗാമറ്റോസൈറ്റ്സ് ആവാൻ തുടങ്ങുന്നു. ഗാമറ്റോസൈറ്റ് എന്ന് പറയുന്നത് സെക്ഷൽ സ്റ്റേജ് ആണ്. അത് പിന്നീട് അതിന്റെ ഡെവലപ്മെന്റ് നടക്കുന്നത് മോസ്കിറ്റോയിലാണ്. അപ്പൊ മോസ്കിറ്റോ ഇപ്പൊ വീണ്ടും ബൈറ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ബ്ലഡിനോട് കൂടി ഈ ഗാമറ്റോസൈറ്റിനും ഈ മോസ്കിറ്റോ എടുക്കുന്നു. എന്നിട്ട് മോസ്കിറ്റോയുടെ ഗട്ടിലാണ് ഈ ഒരു ഗാമറ്റോസൈറ്റ് വളരുന്നത്. വളർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്പോറോസൈറ്റ് ആകുന്നു. സോയിഡ്സ് സലൈവറി ഗ്ലാൻസിലോട്ട് എത്തുന്നു. സലൈവറി ഗ്ലാൻസ് വീണ്ടും ഈ സ്പോറോസോയിഡ്സ് വേറൊരു ഹ്യൂമണിൽ ഈ ഒരു മോസ്കിറ്റോ ബൈറ്റ് ചെയ്യുന്ന സമയത്ത് വീണ്ടും ഹ്യൂമണിലോട്ട് ഇൻഫെസ്റ്റഡ് ആകുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. ഇതാണ് ഇപ്പം പ്ലാസ്മോഡിയത്തിന്റെ ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ബാക്കിയുള്ള ഡിസീസസ് പോലെയല്ല, ഇവിടെ ഒരു വെക്ടർ വരുന്നുണ്ട്, അനോഫിലസ് മോസ്കിറ്റോ, ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ. അതുപോലെ തന്നെ പ്ലാസ്മോഡിയം ഫാൽസിപ്പാരയാണ് കുറച്ചും കൂടി ഫേറ്റൽ ആയിട്ടുള്ള മലേറിയ കോസ് ചെയ്യുന്നത്. ഈ പ്ലാസ്മോഡിയത്തിന് തന്നെ രണ്ട് പോസിറ്റീവ് ഏജന്റ് എന്ന് പറയുന്നത് പ്ലാസ്മോഡിയം ആണെങ്കിലും അതിന് രണ്ട് ഹോസ്റ്റ് വേണം, എന്നാലാണ് അതിന്റെ ലൈഫ് സൈക്കിൾ അല്ലെങ്കിൽ അതിന്റെ ഗ്രോത്ത് നടക്കുള്ളൂ. ഒന്ന് ഹ്യൂമൻസും പിന്നെ ഒന്ന് പറയുന്നത് മോസ്കിറ്റോയുമാണ്. ഓക്കെ, ഇത്രയാണ് പ്ലാസ്മോഡിയത്തിന്റെ ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. ലൈഫ് സൈക്കിൾ കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്, കുറച്ച് നന്നായി നോക്കി വെക്കത്, കൺഫ്യൂഷൻ ആവാനുള്ള സാധ്യതയുണ്ട്. കുറച്ച് നന്നായിട്ട് നോക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇത് കിട്ടും. അപ്പം ഇതിന്നുള്ള ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ ഇത് സ്കിപ്പ് ചെയ്യാതെ പഠിക്കാൻ നോക്കാം. ദെൻ നെക്സ്റ്റ് ഒരു ഡിസീസ് എന്ന് പറയുന്നത് അമീബിയാസിസ് ആണ്. അത് കോസ് ചെയ്യുന്ന പ്രോട്ടോസോവൻ എന്ന് പറയുന്നത് എൻഡമീബ ഹിസ്റ്റോളിറ്റിക് ആണ്. ഓക്കെ, ലാർജ് ഇൻറ്റസ്റ്റിൻ ഓഫ് ഹ്യൂമൻസ് ലാണ് ഈ ഒരു അമീബിയാസിസ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ അമീബിയായിക് ഡിസെൻട്രി ഉണ്ടാകുന്നത്. സിംറ്റംസ് എന്ന് പറയുന്നത് കോൺസ്റ്റിപ്പേഷൻ, അബ്ഡോമിനൽ പെയിൻ, ക്രാംസ്, സ്റ്റൂൾ വിത്ത് എക്സസ് മ്യൂക്കസ് ആൻഡ് ബ്ലഡ് ക്ലോട്ട്, ഇതൊക്കെയാണ് സിംറ്റംസ് ആയിട്ട് പറയുന്നത്. ഹൗസ് ഫ്ലൈസ് ആക്ട് ആസ് മെക്കാനിക്കൽ കാരിയേഴ്സ് ആൻഡ് സെർവ് ടു ട്രാൻസ്മിറ്റ് ദ പാരാസൈറ്റ് ഫ്രം ഫീക്കേസ് ഓഫ് ഇൻഫെക്റ്റഡ് പേഴ്സൺ ടു ഫുഡ്. അതായത് ഹൗസ് ഫ്ലൈസ് ആണ് ഇവിടെ മെക്കാനിക്കൽ കാരിയേഴ്സ് എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ നമുക്കറിയാം, ഇപ്പം ഹ്യൂമൻ ഫീക്കേസ് ഉണ്ടായിരിക്കും, അതിൽ നിന്നുമാണ് ഈ അമീബിയാസിന്റെ അത് കോസ് ചെയ്യുന്ന പാരാസൈറ്റിനെ ഫുഡിൽ കൊണ്ടുചെന്നെത്തിക്കുന്നത് ഈ ഹൗസ് ഫ്ലൈസ് ആണ്. അതായത് ഫീക്കൽ മാറ്ററിൽ നിന്നും ഈ ഒരു പാരാസൈറ്റിനെ ഫുഡിലോട്ട് ആക്കുന്നത് ഈ ഒരു ഹൗസ് ഫ്ലൈസ് ആണ്. അപ്പൊ അവരെയാണ് നമുക്ക് ഇവിടുത്തെ മെക്കാനിക്കൽ കാരിയേഴ്സ് ആയിട്ട് പറയാം. ഓക്കെ, ദെൻ ഫുഡ് പ്രൊഡക്ട്സിലേക്കും അവരാണ് കണ്ടാമിനേറ്റഡ് ആക്കുന്നത് ഹൗസ് ഫ്ലൈസ്. ദെൻ ഡ്രിങ്കിങ് വാട്ടർ ആൻഡ് ഫുഡ് കണ്ടാമിനേറ്റഡ് ബൈ ദ ഫീക്കൽ മാറ്റർ ആർ ദ മെയിൻ സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ. ഈ അമീബിയാസിസ് ഉണ്ടാകാനുള്ള മെയിൻ കാരണം, അല്ലെങ്കിൽ അമീബിയായിക് ഡിസെൻട്രി ഉണ്ടാകാൻ മെയിൻ കാരണം കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ കൺസ്യൂം ചെയ്യുന്നത് വഴിയാണ്. അതായത് ഫീക്കൽ മാറ്ററിൽ ഇരുന്ന ഹൗസ് ഫ്ലൈസ് ഫുഡിലോട്ട് വന്നിരിക്കുന്നത് വഴിയാണ് ഇങ്ങനെയുള്ള അസുഖങ്ങൾ ഉണ്ടാകുന്നത്. ദെൻ നെക്സ്റ്റ് ഡിസീസ് എന്ന് പറയുന്നത് അസ്കാരീസ് ആണ്. അസ്കാരീസ് കോസ് ചെയ്യുന്ന അസ്കാരിയാസിസ് ആണ്. അപ്പം അസ്കരീസ് ഇപ്പം റൗണ്ട് വേം ആണ്. ഇപ്പൊ വൂച്ചറേറിയ എന്നാണ് നമ്മൾ അതിന് പറയാം. ഫിലോറിയൽ വേം ഉണ്ട്. അപ്പം ഇവരൊക്കെയും ഹെൽമിൻസ് ആണ്. ഈ ഹെൽമിൻസ് ഹ്യൂമൻസിനെ പാത്തജനിക് ആണ്. അപ്പൊ അസ്കാരിസ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഇൻഡസ്റ്റിനൽ പാരാസൈറ്റ് ആണ്. അസ്കാരിയാസിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഡിസീസ് ആണ് കോസ് ചെയ്യുന്നത്. സിംറ്റംസ് എന്ന് പറയുന്നത് ഇന്റേണൽ ബ്ലീഡിങ്, മസ്കുലാർ പെയിൻ, ഫീവർ, അനീമിയ, ബ്ലോക്കേജ് ഓഫ് ഇൻഡസ്റ്റിനൽ പാസേജ്, ഇതൊക്കെയാണ് ഇതിന്റെ സിംറ്റംസ് അസ്കാരിയാസിസിന്റെ. ദ എഗ് ഓഫ് പാരാസൈറ്റ് ആർ എക്സ്ക്രീറ്റഡ് along with the feces of infected person with which contaminate soil, water and plants. അപ്പം ഇതുപോലെ ഈ ഒരു അസ്കാരിയാസിസ് വന്നിട്ടുള്ള ആളുടെ ഫീക്കൽ മാറ്ററിൽ എന്തുണ്ടാകും? പാരാസൈറ്റ്സ് ഉണ്ടാകും. ഇപ്പൊ അമീബിയാസിസിൽ പറഞ്ഞ പോലെ. അപ്പം അത് സോയില്, വാട്ടർ, പ്ലാന്റ്സിനൊക്കെയും കണ്ടാമിനേറ്റഡ് ആക്കും. A healthy person acquires this infection through contaminated water, vegetables and fruits. അപ്പം ഇതുപോലെ അസ്കാരിയാസിസും പടർന്ന് പന്തലിക്കുന്ന അല്ലെങ്കിൽ പടർന്ന് പിടിക്കുന്നത് ഇതുപോലെ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വാട്ടർ, വെജിറ്റബിൾ, ഫ്രൂട്ട്സ് വഴിയാണ്. ഇനി നെക്സ്റ്റ് പറയുന്നത് വൂച്ചറേറിയ, അല്ലെങ്കിൽ വൂച്ചറേറിയ കോസ് ചെയ്യുന്ന വൂച്ചറേറിയ എന്ന് പറയുന്നത് ഫിലേറിയൽ വോംസ് ആണ് കോസ് ചെയ്യുന്ന ഡിസീസ് ആണ്. എലിഫന്റിയാസിസ് അല്ലെങ്കിൽ ഫിലേറിയാസിസ് എന്നൊക്കെയാണ് നമ്മൾ ഈ ഡിസീസിനെ പറയുന്ന പേര്. വൂച്ചറേറിയ ബാൻക്രോഫ്റ്റി, വൂച്ചറേറിയ മലായി ഇതൊക്കെയാണ് ഫിലേറിയൽ വോംസ്. ഇവരൊക്കെയും ക്രോണിക് ഇൻഫ്ലാമേഷൻസ് ഉണ്ടാക്കും ഓർഗാൻസിൽ.
പിന്നെ യൂഷ്വലി ലിംഫറ്റിക് വെസൽസ്, ലോവർ ലിംസിലുള്ള ഇൻഫാറ്റിക് വെസൽസിലൊക്കെയാണ് മെയിൻ ആയിട്ടും ഇത് ഇൻഫെക്റ്റഡ് ആവുന്നത്. എൽഫൻഡിയാസിസ്, ഫിലാരിയാസിസ് എന്നൊക്കെയാണ് ഈ ഒരു ഡിസീസിനെ പറയുന്നത്. ജനറ്റിക് ഓർ genital organ are also often affected, resulting in growth and deformities. അതായത് അവിടെ ജെനിറ്റൽ ഓർഗൻസിലും ഗ്രോസ് ഡിഫോമിറ്റീസ് ഉണ്ടാകും. ദ പാത്തജൻസ് ആർ ട്രാൻസ്മിറ്റഡ് ടു എ ഹെൽത്തി പേഴ്സൺ ത്രൂ ദ ബൈറ്റ് ബൈ ദ ഫീമെയിൽ മോസ്കിറ്റോ വെക്ടേഴ്സ്. അപ്പം പാത്തജൻസ് ഹെൽത്തി പേഴ്സണിലോട്ട് സ്പ്രെഡ് ആകുന്നത് ഫീമെയിൽ മോസ്കിറ്റോ വെക്ടേഴ്സിന്റെ ബൈറ്റോട് കൂടിയിട്ടാണ്. അപ്പൊ മോസ്കിറ്റോസ് ആണ് ഇവിടെ വെക്ടേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഇനി ഒരു ഫിലേറിയാസിസ് വന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെയാണ് ഉണ്ടാകുക. ഓക്കെ, ലോവർ ലിംപിലാണ് അത് മെയിൻ ആയിട്ട് സിംറ്റംസ് കാണിക്കുന്നത്. ദെൻ നെക്സ്റ്റ് ഫംഗി കോസ് ചെയ്യുന്ന ഒരു ഡിസീസ് ആണ്. മെനി ഫംഗി ബിലോങ്ങിങ് ടു ദ ജനേറ മൈക്രോസ്പോറം, ട്രൈക്കോഫൈറ്റൻ ആൻഡ് എപ്പിഡെർമോഫൈറ്റൻ ആർ റെസ്പോൺസിബിൾ ഫോർ റിംഗ് വോംസ്, which is one of the most common infectious diseases in men. അപ്പോൾ റിംഗ് വോം എന്ന് പറയുന്നത് കോമൺ ഇൻഫെക്ഷ്യസ് ഡിസീസ് ആണ് ഹ്യൂമൻസിൽ കണ്ടുവരുന്നത്. അപ്പൊ ഇത് കോസ് ചെയ്യുന്നത് ഫംഗി ആണ്. മെയിൻ ആയിട്ട് മൈക്രോസ്പോറം, ട്രൈക്കോഫൈറ്റൻ, എപ്പിഡെർമോഫൈറ്റൻ ഈ ഒരു ജനറാസിൽ വരുന്ന ഫംഗീസ് ആണ് ഇതൊക്കെ കോസ് ചെയ്യുന്നത്. Appearance of dry scaly lesions on various parts of body like skin, nail, scalp, ഇവിടേക്കും സ്കെയിലി ലെഷൻസ്, ഡ്രൈ സ്കെയിലി ലെഷൻസ് എന്നാണ് മെയിൻ സിംറ്റം ആയിട്ട് പറയുന്നത്. ദീസ് ലെഷൻസ് ആർ അക്കംപനൈഡ് ബൈ ഇന്റൻസ് ഇച്ചിങ് ഉണ്ടാകും. ഹീറ്റ് ആൻഡ് മോയിസ്ചർ ഹെൽപ്പ് ദീസ് ഫംഗി ഗ്രോ. ഹീറ്റ് അതുപോലെ തന്നെ മോയിസ്ചർ രണ്ടും എന്ത് ഈ ഫംഗിയുടെ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യും. which make them thrive in skin folds such as those in the groin or between toes. Between toes അല്ലെങ്കിൽ groin പാർട്ടിലൊക്കെയാണ് മെയിൻ ആയിട്ട് ഇതിന്റെ ഇൻഫെസ്റ്റേഷൻസ് വരുന്നത്. റിംഗ് worms are generally acquired from soil or by using towels, clothes or even comb of infected individuals. അപ്പം റിംഗ് worm എന്ന് പറയുന്നത് ഇൻഫെക്ഷ്യസ് ഡിസീസ് ആണ്. സോയിലിൽ നിന്നാണ് മെയിൻ ആയിട്ട് ഇൻഫെസ്റ്റേഷൻ വരുന്നത് എന്നുണ്ടെങ്കിലും ഇത് എന്തുകൂടെയൊക്കെ സ്പ്രെഡ് ആവും, ടവൽ, ക്ലോത്ത് അതുപോലെ കോംബ് എന്നൊക്കെയും സ്പ്രെഡ് ആകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഇനി ഈ ഡിസീസസ് ഒക്കെ വരാതിരിക്കാൻ നമ്മൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റുമെന്നാണ് നെക്സ്റ്റ് പറയുന്നത്. അപ്പം ഇത് ഇത്രയും ഡിസീസ് ഏതൊക്കെ പോസിറ്റീവ് ഏജൻസ് ആണ് ഉള്ളത്, ഏതൊക്കെ വെക്ടേഴ്സ് ആണ് ഉള്ളത്, സിംറ്റംസ് എന്താണ്, ടെസ്റ്റുകൾ ഉണ്ടെങ്കിൽ അതിന്റെ പേര്, ഇതൊക്കെയാണ് ഇതിന് കോമൺ ആയിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ഇനി ഇപ്പൊ നെക്സ്റ്റ് പറയുന്നത് എന്തൊക്കെ മെയിൻ്റെനൻസ് അല്ലെങ്കിൽ മെഷേഴ്സ് എടുക്കാൻ പറ്റുന്നതാണ്. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക, ചിലപ്പോൾ അങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഏറ്റവും ഫസ്റ്റ് പറയുന്നത് മെയിൻ്റെനൻസ് ഓഫ് പേഴ്സണൽ ആൻഡ് പബ്ലിക് ഹൈജീൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് മെനി ഇൻഫെക്ഷ്യസ് ഡിസീസസ്. Measures for personal hygiene include keeping the body clean, അതായത് ബോഡി ക്ലീൻ ആക്കി ബാത്ത് ചെയ്യുക എന്നുള്ളതാണ്. കൺസംപ്ഷൻ ഓഫ് ക്ലീൻ ഡ്രിങ്കിങ് വാട്ടർ, ഫുഡ്, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് എക്സെട്ര. പബ്ലിക് ഹൈജീൻ ഇൻക്ലൂഡ് പ്രോപ്പർ ഡിസ്പോസൽ ഓഫ് വേസ്റ്റ് ആൻഡ് എക്സ്ക്രീറ്റ, periodic cleaning and disinfection of water reservoirs, pools, cesspools and tanks. Observing standard practices of hygiene in public catering. ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. These measures are particularly essential where the infectious agents are transmitted through food and water such as typhoid, amoebiasis, then ascariasis. ഇതൊക്കെയും ഉണ്ടാകാതിരിക്കും. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇൻ കേസ് ഓഫ് എയർബോൺ ഡിസീസ് ചിലതൊക്കെയും കഫ് സ്നീസ് വഴി എയറിലോട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പാരാസൈറ്റ്സിന് ഇതാക്കുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് നമ്മൾ ഇപ്പൊ കോമൺ കോൾഡ്, ന്യൂമോണിയ ഒക്കെ ഇങ്ങനെയാണ് ഉണ്ടാകുന്നത്. അപ്പൊ അവിടെ എന്തൊക്കെ മെഷേഴ്സ് നമുക്ക് എടുക്കാൻ പറ്റും? അപ്പം അവിടെ ചെയ്യേണ്ടത് ക്ലോസ് കോണ്ടാക്ട് വിത്ത് ഇൻഫെക്റ്റഡ് പേഴ്സൺ ഓർ ദയർ ബിലോങ്ങിങ്സ് ഷുഡ് ബി അവോയ്ഡഡ്. അവരായിട്ടൊരു ക്ലോസ്നെസ് ഉണ്ടാവാൻ പാടില്ല. ഫോർ ഡിസീസ് സച്ച് ആസ് മലേറിയ, ഫിലേറിയാസിസ് ദാറ്റ് ആർ transmitted through insect vectors, the most important measure is to control or eliminate the vector and their breeding places. അപ്പം ആ വെക്ടേഴ്സിന്റെ ബ്രീഡിംഗ് പ്ലേസ്, അവരുടെ ഹാബിറ്ററ്റ് ഡിസ്ട്രക്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്. ഡ്രൈ ഡേ ഒക്കെ ആയിട്ട് ആചരിക്കുന്നത് എന്തിനാണ്? ഈ മോസ്കിറ്റോസ് അല്ലെങ്കിൽ അതുപോലുള്ള വെക്ടേഴ്സ് അവർ കൂടുതൽ വാട്ടറിലൊക്കെയാണ് ഉണ്ടാവുക. അപ്പം അവരുടെ ബ്രീഡിങ് ഒക്കെ നടക്കുന്നത്. അപ്പൊ അത് ആ വാട്ടർ, വേസ്റ്റ് വാട്ടർ ഒക്കെ ചെരിച്ചുകളെ. അപ്പൊ അങ്ങനെയുള്ള ഒരു ദിവസമായിട്ടാണ് ഡ്രൈ ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്നത്. ഓക്കെ,
This can be achieved by avoiding stagnation of water in and around residential areas. അതാണത്. അതായത് stagnation of water അവോയ്ഡ് ചെയ്യുക. ഇപ്പൊ നമ്മൾ ഇൻ ആൻഡ് അറൌണ്ട് റെസിഡൻഷ്യൽ ഏരിയാസിൽ ഇതുപോലെ സ്റ്റാഗ്നേഷൻ ഓഫ് വാട്ടർ അവോയ്ഡ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള ഡിസീസസ് കുറച്ച് കൊണ്ടുവരാനായിട്ട് പറ്റും. റെഗുലർ ക്ലീനിങ് ഓഫ് ഹൗസ് ഹോൾഡ് കോളേഴ്സ്, use of mosquito nets, introducing fish like gambusia in ponds that feed on mosquito larvae, spraying of insecticide in ditches, drainage areas and swamps, etc. ഇതൊക്കെയും ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെയുള്ള ഡിസീസ്, സ്പ്രെഡിങ് ആയിട്ടുള്ള ഡിസീസ് കുറച്ച് കൊണ്ടുവരാനായിട്ട് പറ്റും. ഗാംബൂസിയ എന്ന് പറഞ്ഞിട്ടുള്ളതൊക്കെയും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഫിഷസ് ആണ്. അപ്പൊ പോൺസിലൊക്കെ ഇത് വളർത്തിയിട്ടുണ്ട് മോസ്കിറ്റോ ലാവേഴ്സിനൊക്കെ ഇത് ഫീഡ് ചെയ്യുന്നതാണ് പറയുന്നത്. In addition, doors and windows should be provided with wire mesh to prevent the entry of mosquitoes. Such precautions have become all the more important, especially in the light of recent widespread incidents of the vector-borne Aedes mosquitoes disease like dengue, chikungunya in many parts of India. The Aedes mosquitoes ഉണ്ടാക്കുന്നതാണ് ഡെങ്കു, ചിക്കൻഗുനിയ. അപ്പൊ അതുപോലുള്ള അസുഖങ്ങളൊക്കെയും ഒരുവിധം മാറ്റി നിർത്താൻ വേണ്ടി നമ്മൾ ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെയും ഇതൊക്കെ തന്നെയാണ്. Okay. The advancement made in biological science have armed us to effectively deal with many infection diseases. The use of vaccines and immunization programs have enabled us to completely eradicate a deadly disease like smallpox. ഇപ്പം പല ടൈപ്പ് ഓഫ് വാക്സിൻസ് ഇപ്പൊ കണ്ടുപിടിച്ചിട്ടുണ്ട്. സ്മോൾ പോക്സിനെതിരായിട്ടുള്ള വാക്സിൻസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ യൂസ് ചെയ്യുന്നത് വഴി നമുക്ക് ഇതുപോലുള്ള ഡിസീസ് മാറ്റി നിർത്താൻ വേണ്ടി പറ്റും. A large number of other infectious diseases like polio, diphtheria, pneumonia, tetanus have been controlled to large extent by use of this type of vaccines. Biotechnology is at the verge of making available newer and safer vaccines. അപ്പം വാക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ മെയിൻ ആയിട്ട് വരുന്ന ഒരു ബ്രാഞ്ച് ബയോടെക്നോളജിയാണ്. Discovery of antibiotics and various other drugs has also enabled us to effectively treat infectious disease. അപ്പം ആന്റിബയോട്ടിക്സിന്റെയും ഡിസ്കവറി കാരണം ഒരുപാട് ഡ്രഗ്സ് ഒക്കെ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ യൂസ് ചെയ്യുന്നത് വഴി ഇതുപോലുള്ള ഇൻഫെക്ഷ്യസ് ഡിസീസിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് നമ്മൾ ഇമ്മ്യൂണിറ്റിനെ പറ്റിയിട്ടാണ് നോക്കുന്നത്. അതായത് ഇപ്പൊ നമുക്കറിയാം, നമുക്ക് ഓൾറെഡി ബോഡിയിൽ അല്ലെങ്കിൽ നമുക്ക് ഓൾറെഡി ഇമ്മ്യൂണിറ്റി ഉണ്ട് ഓരോ ഡിസീസിനെതിരായിട്ട് ഫൈറ്റ് ചെയ്യാൻ, ഈ ഒരു വാക്സിൻ ആന്റിബയോട്ടിക്സ് ഒന്നും ഇല്ലാതെ തന്നെ. അപ്പൊ അതെങ്ങനെയാണ് നടക്കുന്നത് നോക്കാം. Immunity. Every day we are exposed to a large number of infectious agents. However, only a few of these exposures result in disease. Why? അതായത് നമ്മൾ ഇപ്പോൾ എവറിഡേ നമ്മളുടെ ലൈഫ് സ്റ്റൈൽ വഴി ഒരുപാട് ബാക്ടീരിയാസ്, വൈറസിനെതിരായിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ അവരോട് എക്സ്പോഷർ വരുന്നുണ്ട്. പക്ഷെ ചില ബാക്ടീരിയാസ്, വൈറസ് മാത്രമാണ് നമ്മളിൽ ഡിസീസ് കോസ് ചെയ്യുന്നുള്ളൂ, ബാക്കിയുള്ളതൊന്നും ഡിസീസ് കോസ് ചെയ്യുന്നില്ല. വൈ? This is due to the fact that body is able to defend itself from most of these foreign agents. അതായത് നമ്മുടെ ബോഡി ഇറ്റ്സെൽഫ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഫോറിൻ ഏജൻസിനെതിരായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫൈറ്റ് ചെയ്യാനായിട്ട് പറ്റും. This overall ability of host to fight the disease causing organisms conferred by the immune system is called immunity. അതായത് ഇപ്പം നമ്മുടെ ഹോസ്റ്റ്, അതായത് നമ്മൾ ഹ്യൂമൻസിന് തന്നെ ഒരുപാട് ഡിസീസ് കോസിങ് ഓർഗാനിസത്തിനെതിരായിട്ട് ഫൈറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അങ്ങനെ ഉള്ള ആ ഒരു ഇമ്മ്യൂൺ സിസ്റ്റത്തിനെയാണ് നമ്മൾ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അത് കൊടുക്കുന്നത് ഇമ്മ്യൂൺ സിസ്റ്റം ആണ്. അപ്പൊ ആ ഒരു ഇതിനാണ്, എബിലിറ്റിക്കാണ് നമ്മൾ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് രണ്ട് ടൈപ്പ് ഉണ്ട്. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി ഉണ്ട്, അക്വയർഡ് ഇമ്മ്യൂണിറ്റി ഉണ്ട്. അപ്പൊ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഇൻബോൺ ആയിട്ട് കിട്ടുന്ന ഇമ്മ്യൂണിറ്റിയാണ്. അക്വയർഡ് ഇമ്മ്യൂണിറ്റി മെയിൻ ആയിട്ട് നമ്മൾ വാക്സിൻസ് ഒക്കെ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നത് വഴിയാണ് കിട്ടുന്നത്. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി ഈസ് നോൺ സ്പെസിഫിക് ടൈപ്പ് ഓഫ് ഡിഫൻസ് ദാറ്റ് ഈസ് പ്രസന്റ് അറ്റ് ദ ടൈം ഓഫ് ബർത്ത്. നമ്മൾ ജനിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഈ ഒരു ഇമ്മ്യൂണിറ്റി ഉണ്ടെന്നാണ് പറയുന്നത്. ദിസ് ഈസ് അക്കംപ്ലിഷ്ഡ് ബൈ പ്രൊവൈഡിങ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ബാരിയേഴ്സ് ടു ദ എൻട്രി ഓഫ് ഫോറിൻ ഏജൻസ് ഇൻ ടു അവർ ബോഡി. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി കൺസിസ്റ്റ് ഓഫ് 4 ടൈപ്പ് ഓഫ് ബാരിയേഴ്സ്. അതായത് ഓൾറെഡി നമ്മുടെ ബോഡിയിൽ 4 ടൈപ്പ് ബാരിയർ ഉണ്ട്. അപ്പൊ അത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഡിസീസ് കോസിങ് പാത്തജൻസിനെ ഫൈറ്റ് ചെയ്യുന്നത്. അപ്പൊ ഒന്നാമത്തെ ഫിസിക്കൽ ബാരിയേഴ്സ് ആണ്. ഇപ്പൊ സ്കിൻ എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ ബാരിയർ ആണ്. മൈക്രോ ഓർഗാനിസത്തിന്റെ എൻട്രീനെ അത് പ്രിവെന്റ് ചെയ്യുന്നുണ്ട്. മ്യൂക്കസ് കോട്ടിംഗ് ഉണ്ട്. അതുപോലെ തന്നെ റെസ്പിറേറ്ററി, ഗാസ്ട്രോ ഇൻഡസ്ട്രിയൽ ട്രാക്റ്റില്, യൂറോജെനറ്റൽ ട്രാക്റ്റിലൊക്കെയും അവിടെ എപ്പിത്തീലിയൽ ലൈനിങ് അല്ലെങ്കിൽ മ്യൂക്കസ് കോട്ടിംഗ് ഉണ്ട്. അപ്പൊ അതൊക്കെയും എന്ത് ചെയ്യും, ഇപ്പൊ എൻറ്റർ ആകുന്ന മൈക്രോബ്സിനെ ട്രാപ്പ് ചെയ്തെടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്.
ഇതുപോലെയുള്ളതൊക്കെയും ഫിസിക്കൽ ബാരിയേഴ്സ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇനി ഫിസിയോളജിക്കൽ ബാരിയേഴ്സ് ഉണ്ട്. ഇപ്പൊ ആസിഡ് ഇൻ സ്റ്റൊമക്ക്, ഇപ്പൊ സ്റ്റൊമക്കിൽ എത്തുന്ന ബാക്ടീരിയാസ് അല്ലെങ്കിൽ അതുപോലെയുള്ള മൈക്രോബ്സിന് അവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല, സർവൈവ് ചെയ്യാൻ പറ്റില്ല, അവിടെ ആസിഡ് ഉള്ളത് കൊണ്ട്. സലൈവ ഇൻ ദ മൗത്ത്, അതും ഒരുപാട് മൈക്രോബ്സിനെ കിൽ ചെയ്യുന്നുണ്ട്. ടിയേഴ്സ് ഫ്രം ഐസ് ഓൾ പ്രിവെന്റ് മൈക്രോബിയൽ ഗ്രോത്ത്. ദെൻ സെല്ലുലാർ ബാരിയേഴ്സ്, ഇപ്പൊ സർട്ടൻ ടൈപ്പ് ഓഫ് ലൂക്കോസൈറ്റ് WBCs ഒക്കെയും ലൈക്ക് പോളിമോഫോന്യൂക്ലിയർ ലുക്കോസൈറ്റ്സ് അതുപോലെ തന്നെ വരുന്നതാണ് ഇപ്പൊ മോണോസൈറ്റ്സ് ഒക്കെയും അതുപോലെ നേച്ചുറൽ കില്ലേഴ്സ് ഒക്കെയും. അപ്പം ഇവരൊക്കെയും എന്ത് ചെയ്യും, മാക്രോഫേജസ് ഉണ്ട്. അപ്പൊ ഇവരൊക്കെ എന്ത് ചെയ്യും, മൈക്രോബ്സിനെ ഫാഗോസൈറ്റ് ചെയ്യും, ഫാഗോസൈറ്റോസിസ് നടത്തും. അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പം സെല്ലുലാർ ബാരിയേഴ്സ് ആയിട്ട് ഇങ്ങനെയുള്ള ഇതുപോലെയുള്ള പോളിമോർഫിക് ന്യൂക്ലിയർ ലൂക്കോസൈറ്റ്സും മോണോസൈറ്റ്സും മാക്രോഫേജസും നാച്ചുറൽ കില്ലർ സെൽസ് ഒക്കെയും എന്ത് ചെയ്യുന്നുണ്ട്, ആക്ട് ചെയ്യുന്നുണ്ട്. ഫാഗോസൈറ്റോസിസ് ചെയ്ത് ആ പാത്തജൻസിനെ അല്ലെങ്കിൽ മൈക്രോബ്സിനൊക്കെയും കില്ല് ചെയ്ത് കളയുന്നുണ്ട്. സൈറ്റോകൈൻ ബാരിയേഴ്സ് ഉണ്ട്. വൈറസ് ഇൻഫെക്റ്റഡ് സെൽസ് ചില പ്രോട്ടീൻസ് സെക്രീറ്റ് ചെയ്യും, അതാണ് ഇന്റർഫെറോൺസ്. പ്രോട്ടീൻസ് സെക്രീറ്റ് ചെയ്യും, അപ്പം ഇന്റർഫെറോൺസ്, അപ്പം വിച്ച് പ്രൊട്ടക്ട് നോൺ ഇൻഫെക്റ്റഡ് സെൽ ഫ്രം ഫർദർ വൈറൽ ഇൻഫെക്ഷൻ. അപ്പൊ വൈറൽ ഇൻഫെക്ഷൻ വരുന്ന സമയത്താണ് ഈ ഇന്റർഫെറോൺസ് ഉണ്ടാകുന്നത്. ഇവർ ബാക്കിയുള്ള സെല്ലിനെയാണ് പ്രൊട്ടക്ട് ചെയ്യുക, നോൺ ഇൻഫെക്റ്റഡ് സെല്ലിനെ പ്രൊട്ടക്ട് ചെയ്തിട്ട് വൈറൽ ഇൻഫെക്ഷന് എതിരായിട്ട് ഫൈറ്റ് ചെയ്യും. അപ്പൊ അതൊക്കെയാണ് നമ്മുടെ ബോഡിയിൽ കാണുന്ന 4 ടൈപ്പ് ബാരിയേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ബോഡി ഇന്നേറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, മൈക്രോബ്സിനെതിരായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഇനി എങ്ങനെയാണ് അക്വയർഡ് ഇമ്മ്യൂണിറ്റി നടക്കുന്നത് എന്ന് നോക്കാം. അക്വയർഡ് ഇമ്മ്യൂണിറ്റി ഓൺ ദ അതർ ഹാൻഡ് ഈസ് പാത്തജൻ സ്പെസിഫിക് ആണ്. ഓക്കെ, ഏതെങ്കിലും ഒരു പാത്തജന് സ്പെസിഫിക് ആയിട്ടാണ് അക്വയർഡ് ഇമ്മ്യൂണിറ്റി വർക്ക് ചെയ്യുന്നത്. മറ്റേത് നോൺ സ്പെസിഫിക് ആയിരുന്നു, അതായത് ഇന്ന മൈക്രോബിനെതിരായിട്ട് മാത്രമാണ് ഫൈറ്റ് ഉള്ളൂ എന്നൊന്നുമില്ല. പക്ഷെ ഇവിടെ അക്വയർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ചില സ്പെസിഫിക് മൈക്രോബ്സിനെതിരായിട്ടാണ് അല്ലെങ്കിൽ പാത്തജൻസിനെതിരായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ മെമ്മറി. This means that our body, when it encounters a pathogen for the first time, produces a response called primary response. ഇത് മെമ്മറി ബേസ്ഡ് നടക്കുന്നത്. ഏതെങ്കിലും ഒരു പാത്തജൻ ഫസ്റ്റ് നമ്മുടെ ബോഡി ഇൻഫെക്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ അപ്പൊ അതിനെ നമ്മൾ മനസ്സിലാക്കുന്നത് പ്രൈമറി റെസ്പോൺസ് എന്നാണ് പറയുന്നത്, which is of low intensity. Subsequent encounter with the same pathogen elicits a highly intensified secondary or anamnestic response. അതായത് ഇപ്പം ആ ഒരു സെയിം പാത്തജൻ തന്നെ പിന്നെയും ഇൻഫെക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ സെക്കൻഡറി റെസ്പോൺസ് അല്ലെങ്കിൽ അനാംനെസ്റ്റിക് റെസ്പോൺസ് അവിടെ കോസ് ചെയ്യുന്നുണ്ട്. ദിസ് ഈസ് ascribed to the fact that our body appears to have memory of the first encounter. അതായത് നമ്മുടെ സെക്കൻഡറി റെസ്പോൺസ് ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാം ഓൾറെഡി ഈ ഒരു പാത്തജനെ ഫസ്റ്റ് നമ്മുടെ ബോഡി മെമ്മറൈസ് ചെയ്തിട്ടുണ്ട്. The primary and secondary immune responses are carried out with the help of two special type of lymphocytes present in our blood called B lymphocytes and T lymphocytes. ഈ primary secondary immune responses ഒക്കെയും നമ്മുടെ ബോഡിയിൽ നടക്കാൻ കാരണം രണ്ട് ടൈപ്പ് ലിംഫോസൈറ്റ്സ് ആണ്. ഒന്ന് B lymphocytes പിന്നെ ഒന്ന് T lymphocytes. ഇവരെയാണ് നമ്മൾ B cell T cell എന്നും പറയുന്നുണ്ട്. The B lymphocyte produced an army of proteins in response to pathogens into our blood to fight with them. ബി ലിംഫോസൈറ്റ്സ് ഒരുപാട് പ്രോട്ടീൻസ് ഉണ്ടാക്കും, അപ്പൊ അത് ഈ പാത്തജൻസിനെതിരായിട്ട് ആക്ട് ചെയ്യും. ദീസ് പ്രോട്ടീൻസ് ആർ കോൾഡ് ആന്റിബോഡീസ്. അപ്പൊ ഈ ബി ലിംഫോസൈറ്റ്സ് ഉണ്ടാക്കുന്ന ആ പ്രോട്ടീനെ പറയുന്ന പേരാണ് ആന്റിബോഡീസ്. ദ T cells themselves do not secrete antibodies but help the B cell produce them. ഓക്കെ, അതായത് T സെൽ നേരിട്ട് ആന്റിബോഡീസ് ഒന്നും ഉണ്ടാക്കുന്നില്ല എന്നുണ്ടെങ്കിലും ബി സെല്ലിനെ ആന്റിബോഡീസ് ഉണ്ടാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നവരാണ് T സെൽ എന്ന് പറയുന്നത്. Okay, each antibody molecule has 4 peptide chain, 2 small called light chain, 2 large called heavy chain. Okay, അപ്പോൾ ഒരു ആന്റിബോഡിയുടെ സ്ട്രക്ചർ അവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് അതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഏറ്റവും ഫസ്റ്റ് ആന്റിജൻ ബൈൻഡിങ് സൈറ്റ് ഉണ്ട്. ആന്റിജൻ ആണ് ഇവിടെ പാത്തജൻ അല്ലെങ്കിൽ ഫോറിൻ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ അത് രണ്ട് സൈഡിലും ഉണ്ടായിരിക്കും. ലൈറ്റ് ചെയിൻസ് ഉണ്ട്, പിന്നെ അതുപോലെ ഹെവി ചെയിൻസ് ഉണ്ട്. ലോങ് ചെയിനിന് ഹെവി ചെയിനും സ്മോൾ ചെയിനിന് ലൈറ്റ് ചെയിൻസ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു ആന്റിബോഡിയുടെ ഒരു പിക്ചർ എന്ന് പറയുന്നത്. ഇപ്പൊ രണ്ട് ലൈറ്റ് ചെയിൻ ഉണ്ട്, രണ്ട് ഹെവി ചെയിൻ ഉണ്ട് നമ്മൾ പറഞ്ഞു. ആന്റിബോഡി ഈസ് റെപ്രസെന്റഡ് ആസ് H2L2 എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതായത് ഹെവി ചെയിൻ രണ്ടെണ്ണം ഉണ്ട്, ലൈറ്റ് ചെയിൻ രണ്ടെണ്ണം ഉണ്ട്. അപ്പം L2
H2 അങ്ങനെ H2L2 എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ആന്റിബോഡീസ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ അവർ ബോഡി. പല ടൈപ്പ് ആന്റിബോഡീസ് ഈ ബി സെല്ല് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ടി സെല്ലിന്റെ ഹെൽപ്പോട് കൂടി. IgA, IgM, IgE, IgG അതൊക്കെയാണ് ഈ ടൈപ്പ് ആന്റിബോഡീസ് എന്ന് പറയുന്നത്. എ കാർട്ടൂൺ ഓഫ് ആൻ ആന്റിബോഡീസ് ഗിവൺ. അപ്പം നമ്മൾ ഒരു ആന്റിബോഡിയുടെ സ്ട്രക്ചർ നമ്മൾ മനസ്സിലാക്കി. ബിക്കോസ് ഓഫ് ദിസ് ആന്റിബോഡീസ് ആർ found in the blood, the response is also called humoral immune response. അപ്പൊ ബ്ലഡിൽ ഇങ്ങനെയുള്ള ആന്റിബോഡീസ് ഉണ്ടാകുന്നത് കാരണം അവരെന്ത് ചെയ്യുന്നുണ്ട്, ഈ പാത്തജൻസിനെതിരായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ വരുന്ന ഇമ്മ്യൂൺ റെസ്പോൺസിനെ ഹ്യൂമറൽ ഇമ്മ്യൂൺ റെസ്പോൺസ് എന്നാണ് പറയുന്നത്. ദിസ് ഈസ് വൺ ഓഫ് ദ ടു ടൈപ്പ് ഓഫ് അവർ അക്വയർഡ് ഇമ്മ്യൂൺ റെസ്പോൺസ്, ആന്റിബോഡി മീഡിയേറ്റഡ്. അതായത് ആന്റിബോഡി മീഡിയേറ്റഡ് ആയിട്ടുള്ള ഒരു ടൈപ്പ് റെസ്പോൺസ് ആണ് ഹ്യൂമറൽ ഇമ്മ്യൂൺ റെസ്പോൺസ്. സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നത് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂൺ റെസ്പോൺസ് അല്ലെങ്കിൽ സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി ആണ്. അപ്പൊ രണ്ട് ടൈപ്പ് ഇമ്മ്യൂൺ റെസ്പോൺസസ് ആണ്, ഹ്യൂമറൽ ഇമ്മ്യൂൺ റെസ്പോൺസ്, സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി. ദ T ലിംഫോസൈറ്റ്സ് മീഡിയേറ്റ്സ്, ഇതുപോലെ സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി കൊടുക്കുന്നത് T സെൽസ് ആണ്. ഓക്കെ. Very often when some human organs like heart, eye, liver, kidney fail to function satisfactorily, transplantation is the only remedy to enable the patient to live a normal life. അപ്പം ഹാർട്ട്, ഐ, അതുപോലെ തന്നെ ലിവർ, കിഡ്നി അതൊക്കെയും ഫങ്ഷൻ ചെയ്യുന്നില്ലെങ്കിൽ അതൊക്കെ റീപ്ലേസ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ മെയിൻ ആയിട്ടും ചെയ്യുന്നത്. അപ്പൊ അവിടെ ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡോണർ വേണം. ഓക്കെ. അതായത് ഇപ്പൊ നമുക്കറിയാം നമ്മളുടെ ബോഡിയിൽ വേറെ ഏതൊരു ഫോറിൻ ബോഡി വെച്ചാലും അല്ലെങ്കിൽ ഫോറിൻ സബ്സ്റ്റൻസ്, ഇപ്പൊ നമ്മുടെ ലിവർ അല്ലാതെ വേറൊരു ലിവർ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡി അതിനെ ഫോറിൻ സബ്സ്റ്റൻസ് ആയിട്ട് മാത്രമാണ് കാണുള്ളൂ. ഒരിക്കലും നമ്മുടെ ബോഡി വേറെയുള്ള ആ ലിവറിനെ അല്ലെങ്കിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടുള്ള ലിവറിനെ ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ എന്ത് ചെയ്യണം, സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡോണറിനെ സെലക്ട് ചെയ്യണം. Graft from just any source, an animal, another primate, or any human being cannot be made since the graft would be rejected sooner or later. അപ്പം ഗ്രാഫ്റ്റ് എന്നാണ് നമ്മൾ ഇതുപോലെ തന്നെ ഈ ഒരു ട്രാൻസ്പ്ലാന്റേഷന് പറയുന്നത്. അതായത് വേറൊരു ആനിമലിന്റെയോ വേറൊരു ഹ്യൂമന്റെ ഒക്കെ എടുത്ത് വെക്കുന്ന സമയത്ത് ഗ്രാഫ്റ്റ് എന്നാണ് അതിന് പറയുന്നത്. അപ്പം സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡോണർ അല്ലെങ്കിൽ ഗ്രാഫ്റ്റ് എന്ന് പറയുന്നത് സക്സസ്ഫുൾ അല്ലാതെ പോകും. Tissue matching, blood group matching are essential before undertaking any graft or transplant. And even after this, the patient has to take immunosuppressants all his or her life. അപ്പൊ ഇങ്ങനെ ട്രാൻസ്പ്ലാന്റേഷൻ, ഇപ്പൊ ലിവറൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഇമ്മ്യൂണോ സപ്രസൻസ് കഴിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പൊ നമ്മുടെ ലിവർ അല്ലാതെ പുറമേ നിന്ന് വേറൊരാളുടെ ലിവർ എടുത്ത് വെക്കുമ്പോൾ നമ്മുടെ ബോഡി അതിനൊരു ഫോറിൻ ഏജന്റ് അല്ലെങ്കിൽ ഫോറിൻ ഒരു ബോഡി ആയിട്ടാണ് കാണുള്ളൂ. നമ്മുടെ ബോഡി ആ ഒരു ലിവറിനെ പുറത്തോട്ട് തള്ളാൻ വേണ്ടി നോക്കും. അതായത് അതിനെ ഇമ്മ്യൂണിറ്റി ഉള്ളത് കൊണ്ട് തന്നെ അതിനെ എതിരായിട്ട് ഫൈറ്റ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇമ്മ്യൂണോ സപ്രസൻസ്, അവിടെ ഇമ്മ്യൂണിറ്റീനെ സപ്രസ് ചെയ്ത് വെച്ചാലാണ് ഇങ്ങനെയുള്ള ആ ഒരു ഫൈറ്റ് ഇല്ലാതിരിക്കുള്ളൂ. അപ്പോൾ ഈ ഇമ്മ്യൂണോ സപ്രസൻസ് കൊടുക്കുന്നുണ്ട്. The body is able to differentiate self and non-self, and cell-mediated immune response is responsible for the graft rejection. അപ്പൊ അവിടെ ഇമ്മ്യൂണിറ്റീനെ സപ്രസ് ചെയ്യാനുള്ള ഡ്രഗ്സ് കൊടുക്കുന്നുണ്ട്. അപ്പൊ അവിടെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, സെൽഫ് ആൻഡ് നോൺ സെൽഫ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഡിഫറൻസിയേഷൻ നടക്കുന്നുണ്ട്. നമ്മുടെ സ്വന്തം ലിവർ, നമ്മുടെ സ്വന്തം അല്ലാത്ത ലിവർ എന്നുള്ള രീതിയിൽ സെൽഫ് ആൻഡ് നോൺ സെൽഫ് ഡിഫറൻസിയേഷൻ നടക്കുന്നുണ്ട്. പിന്നെ സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂൺ റെസ്പോൺസ് ആണ് ഇപ്പം മെയിൻ ആയിട്ടും ഗ്രാഫ്റ്റ് റിജക്ഷനിൽ വരുന്നത്. ഗ്രാഫ്റ്റ് റിജക്ഷൻ എന്നുള്ളത് ഇപ്പൊ നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടുള്ള ലിവർ അങ്ങനെയുള്ളതൊക്കെ റിജക്ഷൻ വരാൻ കാരണം ഇതുപോലെയുള്ള സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂൺ റെസ്പോൺസസ് ആണ്. നമ്മളത് ഓൾറെഡി പറഞ്ഞു, ടി സെല്ലാണ് ഇങ്ങനെ സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂൺ റെസ്പോൺസസ് ചെയ്യുന്നത്. അപ്പം അതൊക്കെയാണ് ഗ്രാഫ്റ്റ് റിജക്ഷന് മെയിൻ ആയിട്ടും വരുന്ന ഒരു റീസൺ. ഗ്രാഫ്റ്റ് റിജക്ഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഓർഗാനിനെ ഇമ്മ്യൂണിറ്റി ഉള്ളത് കൊണ്ട് അതിനെ റിജക്ട് ചെയ്യുന്ന ആ ഒരു ഇതിനെയാണ് നമ്മൾ ഗ്രാഫ്റ്റ് റിജക്ഷൻ എന്ന് പറയുന്നത്. മെയിൻ ആയിട്ട് ഉണ്ടാവാൻ കാരണം ഈ സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂൺ റെസ്പോൺസ് ആണ്. ദെൻ ആക്റ്റീവ് പാസീവ് ഇമ്മ്യൂണിറ്റി എന്താണെന്ന് നോക്കാം. അതായത് when a host is exposed to antigens which may be in the form of living or dead microbe or other protein, antibodies are produced in the host body. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ ആന്റിജൻ എന്ന് പറയുന്നത് മേ ബി പാത്തജൻ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫോറിൻ സബ്സ്റ്റൻസസ് ഒക്കെ ആവും ഈ ആന്റിജൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ആന്റിജൻസ് വരുന്ന സമയത്ത് നമ്മുടെ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്.
ബി സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഇമ്മ്യൂണിറ്റിക്ക് നമ്മൾ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്നാണ് പറയുന്നത്. ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി ഈസ് സ്ലോ ആൻഡ് ടേക്ക് ടൈം ടു ഗിവ് ഇറ്റ്സ് ഫുൾ ഇഫക്റ്റീവ് റെസ്പോൺസ്. ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എപ്പോഴും നമ്മുടെ ബോഡി ചെയ്യുന്നതായതുകൊണ്ട് കുറച്ച് സ്ലോവർ ആണ്, ഫുൾ ഇഫക്റ്റീവ് റെസ്പോൺസ് കിട്ടാൻ വേണ്ടി കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. Injecting the microbe deliberately during immunization or infectious organism gaining access into the body during natural infection induce active immunity. അപ്പൊ ഇതുപോലെയുള്ള പാത്തജൻസ് നമ്മുടെ ബോഡിയിൽ എൻ്റർ ആകുന്നത് വഴി അവിടെ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റിനെയാണ് ഇൻഡ്യൂസ് ചെയ്യുന്നത്. Then ready-made antibodies are directly given to protect the body against foreign agents is called passive immunity. അപ്പൊ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ റെഡിമെയ്ഡ് ആന്റിബോഡീസ് വാക്സിൻസ് വഴി നമ്മുടെ ബോഡിയിലോട്ട് കൊടുക്കാം. അപ്പൊ അങ്ങനെയുള്ളത് ഇൻജെക്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫോറിൻ ഏജൻസ് നമ്മുടെ ബോഡിയിൽ ഫോറിൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ആന്റിബോഡീസ് നമ്മുടെ ബോഡിയിലോട്ട് കൊടുക്കുന്ന സമയത്ത് ഇതുപോലെയുള്ള ഫോറിൻ ഏജൻസിനെതിരായിട്ട് അത് ആക്ട് ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള ഇമ്മ്യൂണിറ്റിക്ക് പാസീവ് ഇമ്മ്യൂണിറ്റി എന്നാണ് പറയുന്നത്. The yellow fluid colostrum secreted by mother during the initial days of lactation was abundant antibodies. IgA കൂടുതലുള്ളതാണ് ഈ കൊളോസ്ട്രത്തിൽ. അതായത് ഏറ്റവും ഫസ്റ്റ് വരുന്ന മിൽക്കിൽ ടു പ്രൊട്ടക്ട് ദ ഇൻഫന്റിന് കൊടുക്കുന്ന ആ ഒരു കൊളോസ്ട്രത്തിൽ IgA കൂടുതലാണ്. അപ്പം അത് ഒക്കെയും എന്ത് ചെയ്യും, ഇങ്ങനെയുള്ള പാത്തജൻസിന് എതിരായിട്ട് ആക്ട് ചെയ്യും. ഇപ്പൊ IgA എന്ന് പറയുന്നത് ഒരു ആന്റിബോഡിയാണ്. The fetus also receives some antibodies from their mother. അപ്പൊ മദറിൽ നിന്നും ഫീറ്റസിന് ഒരുപാട് ആന്റിബോഡീസ് കിട്ടുന്നുണ്ട് ത്രൂ പ്ലാസന്റ വഴി. ഓക്കെ, ദീസ് ആർ സം എക്സാമ്പിൾ ഓഫ് പാസീവ് ഇമ്മ്യൂണിറ്റി. അപ്പൊ പാസീവ് ഇമ്മ്യൂണിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം കൊളോസ്ട്രം ഒരു പാസീവ് ഇമ്മ്യൂണിറ്റിക്ക് എക്സാമ്പിൾ ആണ്. അതുപോലെ തന്നെ മദറിന് ഫീറ്റസിലോട്ട് കിട്ടുന്ന ആന്റിബോഡീസ് ഇതുപോലെ തന്നെ പാസീവ് ഇമ്മ്യൂണിറ്റിക്ക് എക്സാമ്പിൾ ആണ്. ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓൾറെഡി ആന്റിജൻസ് വരുമ്പോൾ നമ്മുടെ ബോഡി ഓൾറെഡി ആന്റിബോഡീസ് ഉണ്ടാക്കും. അപ്പൊ അതിനെയാണ് നമ്മൾ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി ആയിട്ട് പറയുന്നത്. Then vaccination and immunization. The principle of immunization or vaccination is based on the property of memory of immune system. ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ മെമ്മറി, ഇപ്പൊ നമ്മൾ അറിയാം ഒരു പാത്തജൻ വന്നു അപ്പൊ പ്രൈമറി റെസ്പോൺസ് നടക്കും, പിന്നെ സെക്കൻഡറി റെസ്പോൺസ് നടക്കും, പിന്നീടും ആ ഒരു പാത്തജൻ തന്നെ ഇൻഫെക്ട് ചെയ്യുമ്പോൾ. അപ്പൊ നമുക്ക് മെമ്മറി ബേസിലാണ് ഇമ്മ്യൂൺ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് അറിയാം, അല്ലെങ്കിൽ ആ ഒരു പ്രോപ്പർട്ടി ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഉണ്ട് നമുക്കറിയാം. ഇൻ വാക്സിനേഷൻ എ പ്രിപ്പറേഷൻ ഓഫ് ആന്റിജനിക് പ്രോട്ടീൻ ഓർ ഓഫ് പാത്തജൻ ഓർ ഇനാക്ടിവേറ്റഡ് ഓർ വീക്കൻഡ് പാത്തജൻ ആർ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു ദ ബോഡി. അതായത് വാക്സിനേഷൻ സമയത്ത് ചെയ്യുന്ന എന്താണ്, ഒരു ഇനാക്ടിവേറ്റഡ് അല്ലെങ്കിൽ വീക്കെൻഡ് ആയിട്ടുള്ള പാത്തജൻ ആണ് നമ്മുടെ ബോഡിയിലോട്ട് കൊടുക്കുന്നത്. ഓക്കെ, ആക്ടിവേറ്റഡ് പാത്തജൻ ഉണ്ടാക്കുന്ന ഒരു ഡിസീസിനെതിരായിട്ട് ഇനാക്ടിവേറ്റഡ് പാത്തജനുള്ള വാക്സിൻസ് ആണ് നമ്മുടെ ബോഡിയിലോട്ട് കൊടുക്കുന്നത്. ഓക്കെ, then the antibodies produced in the body against these antigen would neutralize the pathogenic agent during actual infection. അപ്പം ഓൾറെഡി നമ്മുടെ ബോഡി ഉണ്ടാക്കുന്ന ആന്റിബോഡീസ് ആന്റിജൻ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇതുപോലെ ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് എന്ത് ചെയ്യും, പാത്തജനിക് ഏജൻസിനെ ന്യൂട്രലൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, the vaccine also generate memory B T cell that recognize the pathogen quickly on subsequent exposure and overwhelm the invaders with a mass production of antibodies. അപ്പം നമ്മൾ ഓൾറെഡി വാക്സിൻസ് കൊടുക്കുന്ന സമയത്ത് ബി സെൽ ടി സെല്ലിനെ ഇവര് പാത്തജൻസിനെ ആ റെക്കഗ്നീഷൻ ഈസിയർ ആക്കും. അങ്ങനെ അവിടെ മാസ് പ്രൊഡക്ഷൻ ഓഫ് ആന്റിബോഡീസ് ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇഫ് എ പേഴ്സൺ ഈസ് ഇൻഫെക്റ്റഡ് വിത്ത് സം ഡെഡ്ലി മൈക്രോബ്സ് ടു വിച്ച് quick response immune response is required as in tetanus, we need to directly inject the performed antibodies or antitoxins. അതായത് ഇപ്പം ഒരാള് മെയിൻ ആയിട്ട് ഇപ്പൊ ടെറ്റനസ് വന്നു എന്ന് വിചാരിക്കാം. അപ്പൊ അവിടെ എന്തുണ്ടാകും, നമ്മൾ ആന്റിബോഡീസ് ഡയറക്ട്ലി ഇൻജെക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആന്റിടോക്സിൻ ഡയറക്ട്ലി ഇൻജെക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തുണ്ടാകും, ഈവൻ ഇൻ കേസസ് ഓഫ് സ്നേക്ക് ബൈറ്റിലൊക്കെ നമ്മൾ ഈ പേഷ്യന്റിലോട്ട് ഡയറക്റ്റ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആന്റിബോഡീസ് ഇൻജെക്ട് ചെയ്യുന്നത്. അപ്പൊ അത് മെയിൻ ആയിട്ടും ആന്റിബോഡീസ് ഡയറക്ട്ലി ഇൻജെക്ഷൻ നടക്കുമ്പോൾ അവിടെ ഈ സ്നേക്ക് വെനത്തിനെതിരായിട്ടും ഈ ടെറ്റനസ് കോസിങ് ഏജൻസിനെതിരായിട്ടും ആക്ട് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ഡയറക്റ്റ് ആയിട്ട് ഈ ഫൈറ്റ് വരും ഈ ആന്റിബോഡീസ് ഡയറക്ട്ലി ബോഡിയിലോട്ട് ഇൻജെക്ട് ചെയ്യുന്ന സമയത്ത്. ദിസ് ടൈപ്പ് ഓഫ് ഇമ്മ്യൂണൈസേഷൻ ഈസ് കോൾഡ് പാസീവ് ഇമ്മ്യൂണൈസേഷൻ. ഇതിനെ ഈ ഒരു ഇമ്മ്യൂണൈസേഷനെ പാസീവ് ഇമ്മ്യൂണൈസേഷൻ എന്നും പറയും. Okay, recombinant DNA technology has allowed the production of antigenic polypeptide of
പാത്തജൻ ഇൻ ബാക്ടീരിയ ഓർ ഈസ്റ്റ്. ബാക്ടീരിയ, ഈസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പാത്തജൻസിനൊക്കെയും ഇപ്പോൾ ആന്റിജനിക് പോളിപെപ്റ്റൈഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ ഒരു റീകോംബിനന്റ് DNA ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ്. വാക്സിൻസ് പ്രൊഡ്യൂസ്ഡ് യൂസിങ് ദിസ് അപ്രോച്ച് allow large scale production and hence greater availability for immunization. ഇപ്പൊ വാക്സിൻസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അവരെന്ത് ചെയ്യുന്നുണ്ട്, ഇമ്മ്യൂണൈസേഷൻ കൊടുക്കുന്നുണ്ട്. ഇപ്പം ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിനൊക്കെയും ഈസ്റ്റിനെതിരായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഇമ്മ്യൂണൈസേഷൻ നമ്മുടെ ബോഡിക്ക് കൊടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ ഇപ്പൊ നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഇമ്മ്യൂണൈസേഷൻ വാക്സിനേഷൻ ആണ്. വാക്സിനേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാക്സിൻസ് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുക, ഇമ്മ്യൂണൈസേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുക വാക്സിൻസ് യൂസ് ചെയ്തിട്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വാക്സിൻ യൂസ് ചെയ്യുന്ന സമയത്താണ് നടക്കുന്നത് ആക്റ്റീവ് ഇമ്മ്യൂണൈസേഷൻ അല്ല, പാസീവ് ഇമ്മ്യൂണൈസേഷൻ ആണ്. ദെൻ അലർജീസ്. അലർജീസ് എങ്ങനെയാണെന്ന് നോക്കാം. When you have gone to a new place and suddenly you started sneezing. നമ്മളൊരു സ്ഥലത്തേക്ക് പെട്ടെന്ന് പോകുന്ന സമയത്ത് നമ്മൾ സ്നീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വീസിങ് ചെയ്യുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് റീസൺ ഒന്നും ഇല്ലാതെ സ്നീസ് ചെയ്യുന്നുണ്ട്, വീസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാകും, ചില പാത്തജൻസ് അവിടെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം അങ്ങനെയുള്ള സെൻസിറ്റീവ് പാർട്ടിക്കിൾസ് എൻവയോൺമെന്റിൽ ഉണ്ടാകുമ്പോഴാണ് ഇതുപോലുള്ള സ്നീസിങ് വീസിങ് ഒക്കെ ഉണ്ടാകുന്നത്. The above mentioned reactions, അതായത് സ്നീസിങ് വീസിങ് ഒക്കെയും അലർജി, അതായത് പൊള്ളൻസ് മൈറ്റ്സിനൊക്കെ എതിരായിട്ട് അലർജി ഉള്ളവരാണ് ഇങ്ങനെയുള്ള വീസിങ് സ്നീസിങ് ഒക്കെയും കാണിക്കുന്നത്. ഓക്കെ, the exaggerated response of immune system to certain antigen present in the environment is called allergy. അപ്പൊ ഇങ്ങനെയുള്ള ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ എക്സാഗറേറ്റഡ് റെസ്പോൺസസിനെയാണ് അലർജി എന്ന് പറയുന്നത്. Okay, the substances to which such an immune response is produced are called allergens. അപ്പൊ ഇങ്ങനെയുള്ള ഇമ്മ്യൂൺ റെസ്പോൺസസ് ഉണ്ടാക്കുന്ന ആൾക്കാരെയാണ് അലർജൻസ് എന്നാണ് പറയുന്നത്. The antibodies produced to these are of IgE type. ഇപ്പൊ IgE എന്ന് പറഞ്ഞിട്ടുള്ള ആന്റിബോഡീസ് ആണ് ഇങ്ങനെ അലർജീസ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ അലർജൻസ് ഉണ്ടാക്കുന്നത്. Common example of allergens are mites in dust, pollens, animal dander. ഇതൊക്കെയാണ് കോമൺ അലർജൻസ്. ദെൻ സിംറ്റംസ് ഓഫ് അലർജിക് റിയാക്ഷൻ എന്ന് പറയുന്നത് സ്നീസിങ്, വാട്ടറി ഐസ്, റണ്ണി നോസ്, അതുപോലെ തന്നെ ഡിഫിക്കൽട്ട് ഇൻ ബ്രീത്തിങ്, ഇതൊക്കെയാണ് മെയിൻ ആയിട്ടും വരുന്ന അലർജിക് റിയാക്ഷൻസ്. അലർജീസ് ഡ്യൂ ടു റിലീസ് ഓഫ് കെമിക്കൽസ് ലൈക്ക് ഹിസ്റ്റമിൻ, സെറോട്ടോണിൻ ഫ്രം ദ മാസ് സെൽ എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ബോഡിയിലുള്ളതാണ്. ഈ മാസ് സെല്ല് സെറോട്ടോണിൻ, ഹിസ്റ്റമിൻ ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ റിലീസ് ചെയ്യുന്ന സമയത്താണ് അലർജി ഉണ്ടാകുന്നത്. അപ്പൊ അലർജി കോസ് ചെയ്യാനുള്ള മെയിൻ ആയിട്ടുള്ള ആന്റിബോഡി ആരാണ്? IgE ടൈപ്പ് ആണ്. Then for determining the cause of allergy, the patient is exposed to or injected with very small doses of possible allergens. അപ്പം അലർജി ഉണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോസിബിൾ ആയിട്ടുള്ള അലർജൻസ് വെരി സ്മോൾ ഡോസസിൽ ഇൻജക്ട് ചെയ്യാണ് ചെയ്യുക. ആൻഡ് റിയാക്ഷൻസ് സ്റ്റഡി. അപ്പം റിയാക്ഷൻസ് എന്തൊക്കെയാണ് വരുന്നത് അത് സ്റ്റഡി ചെയ്യും. അങ്ങനെയാണ് അലർജി എന്തിനോട് എതിരായിട്ടൊക്കെയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നത്. യൂസ് ഓഫ് ഡ്രഗ്സ് ലൈക്ക് ആന്റിഹിസ്റ്റമിൻ, അഡ്രിനാലിൻ, സ്റ്റിറോയിഡ്സ് ക്വിക്ലി റെഡ്യൂസ് ദ സിംറ്റം ഓഫ് അലർജി. അപ്പൊ ഈ ആന്റിഹിസ്റ്റമിൻസ്, അഡ്രിനാലിൻ, സ്റ്റിറോയിഡ്സ് ഒക്കെയാണ് അലർജിക്ക് എതിരായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, somehow modern day lifestyle has resulted in lowering of immunity and more sensitivity to allergens. More and more children in metro cities of India suffer from allergies, asthma due to sensitivity to the environment. അപ്പം ഇപ്പോൾ ലൈഫ് സ്റ്റൈൽ അനുസരിച്ച് മെട്രോ സിറ്റീസിലൊക്കെ ആയാലും അവിടെയുള്ള ചിൽഡ്രൻസിന് ആസ്മ അലർജീസ് ഒക്കെ കൂടുതലാണെന്നാണ് പറയുന്നത്. കാരണം എൻവയോൺമെന്റൽ അലർജൻസ് കൂടുതലാണ്. This could be because of the protected environment provided early in life. അപ്പം ഇതിന് കാരണം പൊല്യൂഷൻ ആണ്, എൻവയോൺമെന്റ് പ്രൊട്ടക്ട് ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ടൊക്കെയാണ് ഇതുപോലുള്ള അലർജൻസ് എൻവയോൺമെന്റിൽ കാണുന്നത്. ദെൻ ഓട്ടോ ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ടേം എന്താ നോക്കാം. ഓട്ടോ ഇമ്മ്യൂണിറ്റി, മെമ്മറി ബേസ്ഡ് അക്വയർഡ് ഇമ്മ്യൂണിറ്റി ഇവോൾവ്ഡ് ഇൻ ഹയർ വെർട്ടിബ്രേറ്റ്സ് ബേസ്ഡ് ഓൺ ദി എബിലിറ്റി ടു ഡിഫറൻഷിയേറ്റ് ഫോറിൻ ഓർഗാനിസംസ് ഫ്രം സെൽസ്. അതായത് നമ്മുടെ സെൽസും ഫോറിൻ ഓർഗാനിസം തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു എബിലിറ്റിക്കാണ് നമ്മൾ ഓട്ടോ ഇമ്മ്യൂണിറ്റി എന്ന് പറയാം. അപ്പൊ ഹയർ വെർട്ടിബ്രേറ്റ്സിലാണ് ഈ ഒരു ഓട്ടോ ഇമ്മ്യൂണിറ്റി ഇവോൾവ് ചെയ്ത് വന്നിട്ടുള്ളത്. മെമ്മറി ബേസ്ഡ് അക്വയർഡ് ഇമ്മ്യൂണിറ്റി നമുക്ക് ഓട്ടോ ഇമ്മ്യൂണിറ്റിനെ പറയാം. നമ്മുടെ സെല്ല് പുറമേ നിന്ന് വരുന്നതും നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു എബിലിറ്റിയാണ് ഓട്ടോ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്, പാത്തജൻസിന് നമ്മുടെ സെൽസിന്. ഓക്കെ, while we still do not understand the basis of this, two corollaries of this ability have to be understood. What higher vertebrates can distinguish foreign molecules as well as foreign organisms. Most of the experimental immunology deals with this aspect. അതായത് ഹയർ വെർട്ടിബ്രേറ്റ്സിനൊക്കെയും ഫോറിൻ മോളിക്യൂൾസിനും
ഫോറിൻ ഓർഗാനിസത്തിന് നിന്നും കൂടുതലും ഫോറിൻ മോളിക്യൂൾസിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാനായിട്ട് ഹയർ വെർട്ടിബ്രേറ്റ്സിനെ പറ്റുന്നുണ്ട്. ഇനി സെക്കൻഡ് വൺ എന്ന് പറയുമ്പോൾ ഡ്യൂ ടു ജനറ്റിക് ആൻഡ് അതർ അൺകോമൺ റീസൺസ് ദ ബോഡി അറ്റാക്ക് സെൽസ്. ചില സമയത്ത് സെൽസ് നമ്മുടെ സെല്ലിനെ തന്നെ നമ്മൾ അറ്റാക്ക് ചെയ്യുന്ന, നമ്മുടെ ബോഡി അറ്റാക്ക് ചെയ്യുന്ന ചില സമയങ്ങൾ വരുന്നുണ്ട്. ദിസ് റിസൾട്ട് ഇൻ ഡാമേജ് ടു ദ ബോഡി. അപ്പം ഇതും നമ്മുടെ ബോഡിക്ക് ഡാമേജ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ളതിന് നമ്മൾ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് എന്നാണ് പറയുന്നത്. ഇപ്പൊ റെമറ്റോയ്ഡ് ആർത്രൈറ്റിസ് which affect many people in our societies and autoimmune disease. അതായത് ഓട്ടോ ഇമ്മ്യൂണിറ്റി മെയിൻ ആയിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ നോർമൽ സെൽസും പുറമേന്ന് വരുന്ന ഫോറിൻ ഏജൻസിനും തമ്മിൽ അല്ലെങ്കിൽ പാത്തജൻസിനും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാനുള്ള എബിലിറ്റി ആണ് ഓട്ടോ ഇമ്മ്യൂണിറ്റി. ഇപ്പൊ ചിലർക്ക് അത് ഉണ്ടാവില്ല. അപ്പം നമ്മുടെ സെല്ലിനെ തന്നെ നമ്മുടെ ബോഡി എന്ത് ചെയ്യും, എഗെയിൻസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പം എന്തുണ്ടാവും, നമ്മുടെ നോർമൽ സെൽസിനെ തന്നെ അതിനെ ഡിസ്ട്രോയ് ചെയ്ത് കളയും. അപ്പൊ അങ്ങനെ ഉണ്ടാകുന്ന ഡിസീസസ് ആണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ്. അതിനൊരു എക്സാമ്പിൾ ആണ് റൊമാറ്റോയ്ഡ് ആർത്രൈറ്റിസ്. അപ്പൊ അത്രയും ഇതൊന്ന് മനസ്സിലാക്കി വെക്കാം. നെക്സ്റ്റ്, ഇമ്മ്യൂൺ സിസ്റ്റം ഇൻ ദ ബോഡി. The human immune system consists of lymphoid organs. ഇപ്പോൾ ഹ്യൂമൻ ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ lymphoid organs ഉണ്ട്, ടിഷ്യൂസ് ഉണ്ട്, സെൽസ് ഉണ്ട്, സോല്യൂബിൾ മോളിക്യൂൾ ആയിട്ടുള്ള ആന്റിബോഡീസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇതിനൊക്കെ കൂടിയിട്ടാണ് ഇമ്മ്യൂൺ സിസ്റ്റം ഇൻ ബോഡി എന്ന് പറയുന്നത്. As you have read, immune system is unique in the sense that it recognizes foreign antigens, responds to these and remembers them. അപ്പം നമുക്കറിയാം ഇമ്മ്യൂൺ സിസ്റ്റം ഫോറിൻ ആന്റിജൻസിനെ റെക്കഗ്നൈസ് ചെയ്യുന്നു, അതിനെതിരായിട്ട് റെസ്പോൺസ് കൊടുക്കുന്നു, പിന്നീട് ആ ഒരു പാത്തജൻ വീണ്ടും ഇൻഫെക്ട് ചെയ്യുന്ന സമയത്ത് അതിനെ റിമെമ്പർ ചെയ്യുന്നു അല്ലെങ്കിൽ മെമ്മറൈസ് ചെയ്യുന്നു. ഇതൊക്കെ നമ്മുടെ ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഇമ്മ്യൂൺ സിസ്റ്റം ചെയ്യുന്ന കാര്യങ്ങളാണ്. The immune system also plays an important role in allergic reactions. ഇപ്പൊ അലർജിക് റിയാക്ഷനിൽ ഒരു ഇമ്പോർട്ടന്റ് റോള് ഇമ്മ്യൂണിറ്റിക്ക് ഉണ്ട്. അലർജൻസിനെ കാണുമ്പോൾ അലർജിക് റിയാക്ഷൻസ് കാണിക്കുന്നത്. പിന്നെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് നമുക്കറിയാം, ഇമ്മ്യൂണിറ്റി ഉള്ളത് കൊണ്ട് നമ്മുടെ സെല്ലിനെ തന്നെ ചില സമയത്ത് നമുക്ക് മനസ്സിലാവാണ്ട് വരുമ്പോൾ നമ്മുടെ സെല്ലിനെതിരായിട്ട് തന്നെ നമ്മുടെ ബോഡി ആക്ട് ചെയ്യുമ്പോൾ അതിന് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്നാണ് പറയുക. അപ്പൊ അങ്ങനെയുള്ളതുണ്ട്. ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷനിൽ ഇതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി ആക്ട് ചെയ്യുന്നുണ്ട്. അതായത് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ നമുക്കറിയാം, ഏതൊരു ഓർഗൻ നമ്മുടെ അടുത്ത് മാറ്റി വെച്ചാലും പുറമേന്ന് വരുന്ന എന്തായാലും എന്താണ് നമ്മുടെ ബോഡി അതിനെ ഫോറിൻ ബോഡി ആയിട്ടാണ് കാണുക. അപ്പൊ അവിടെ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷനിൽ ഇതുപോലെ ഇമ്മ്യൂൺ സിസ്റ്റം ത്തിന് ഒരുപാട് റോൾ ഉണ്ട്. അതുകൊണ്ടാണ് ഇമ്മ്യൂണോ സപ്രസൻസ് ഒക്കെ അവർക്ക് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ മെയിൻ ആയിട്ടും വരുന്ന കുറച്ച് പെക്യുലാരിറ്റീസ്. ലിംഫോയ്ഡ് ഓർഗൻസ്. These are the organs where origin and or maturation and proliferation of lymphocytes ഒക്കെ. ലിംഫോയ്ഡ് ഓർഗൻസിലാണ് ഈ ലിംഫോസൈറ്റ്സിന്റെ ആ ഒരു മെച്ചുറേഷനും ഒറിജിനും പ്രോലിഫറേഷനും ഒക്കെ നടക്കുന്നത് ലിംഫോയ്ഡ് ഓർഗൻസിലാണ്. ദ പ്രൈമറി ലിംഫോയ്ഡ് ഓർഗൻ എന്ന് പറയുന്നത് ബോൺ മാരോയും തൈമസും ആണ്. ഓക്കെ, പ്രൈമറി ലിംഫോയ്ഡ് ഓർഗൻസ് അല്ലെങ്കിൽ ലിംഫോസൈറ്റ്സ് ഒറിജിൻ ചെയ്യുന്നതും മെച്ചുവർ ചെയ്യുന്നതും പ്രോലിഫറേറ്റ് ചെയ്യുന്നതൊക്കെ ബോൺ മാരോ തൈമസിലാണ്. വേർ ഇമ്മച്ചുവർ ലിംഫോസൈറ്റ്സ് ഡിഫറൻഷിയേറ്റ്, അതുപോലെ തന്നെ ഡിഫറൻഷിയേറ്റ് ഇൻ ടു ആന്റിജൻ സെൻസിറ്റീവ് ലിംഫോസൈറ്റ്സ് ആയിട്ട് മാറുന്നത് ഈ ഒരു ലിംഫോയ്ഡ് ഓർഗൻസിലാണ്. ആഫ്റ്റർ ദ മെച്ചുറേഷൻ, ഇപ്പൊ ലിംഫോസൈറ്റ്സ് ഒക്കെ ഈ ലിംഫോയ്ഡ് ഓർഗൻസിൽ ഉണ്ടായി മെച്ചുറേഷൻ ഒക്കെ കഴിഞ്ഞു. അപ്പൊ മെച്ചുറേഷൻ കഴിയുമ്പോൾ ഈ ലിംഫോസൈറ്റ്സ് സെക്കൻഡറി ലിംഫോയ്ഡ് ഓർഗൻ ആയിട്ടുള്ള സ്പ്ലീന്, ലിംഫ് നോഡ്, ടോൺസിൽസ്, പേയേഴ്സ് പാച്ചസ് ഓഫ് സ്മോൾ ഇൻഡസ്റ്റൈൻ, അപ്പൻഡിക്സിലോട്ടൊക്കെയും ഈ സെക്കൻഡറി ലിംഫോയ്ഡ് ഓർഗൻസ് ആയിട്ടുള്ള ഇത്രയും ഓർഗൻസിലോട്ട് ഈ ഒരു മെച്ചുവർഡ് ലിംഫോസൈറ്റ് മൈഗ്രേറ്റ് ചെയ്യും അല്ലെങ്കിൽ പാസ് ചെയ്യും. The secondary lymphoid organ provides site for interaction of lymphocyte with the antigen. But secondary lymphocyte അല്ലെങ്കിൽ lymphoid organs വെച്ചിട്ടാണ് ഈ ഒരു ലിംഫോസൈറ്റ് ആന്റിജനോടായിട്ട് ആക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇന്ററാക്ട് ചെയ്യുന്നത്. which then proliferate to become effector cell. എന്നിട്ട് ഇത് proliferate ചെയ്തിട്ട് effector cell എന്നുള്ള ആ ഒരു ടൈപ്പ് സെല്ലായിട്ട് മാറും. Okay, the bone marrow is the main lymphoid organ where all blood cell including lymphocytes are produced. ഇപ്പൊ ബോൺ മാരോയിലാണ് എന്ത് ചെയ്യുന്നത്, ഒരുപാട് ലിംഫോസൈറ്റ്സ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. The thymus is a lobed organ located near the heart and beneath the breastbone. breastbone beneath ആയിട്ട് അല്ലെങ്കിൽ ഹാർട്ടിൽ നിയർ ആയിട്ട് ലൊക്കേറ്റ് ചെയ്യുന്നതാണ് thymus എന്ന് പറയുന്നത്. Thymus is quite large at the time of birth but keep reducing in size with age, and by the time puberty is attained it reduced to a very small size. അപ്പം നമ്മൾ ജനിക്കുന്ന സമയത്ത് സൈസ് കൂടുതലും പിന്നെ അഡൾട്ട് ആകുന്ന സമയത്ത് സൈസ് ചുരുങ്ങി വരുന്ന ആകെ കൂടിയുള്ള ഒരു ഓർഗൻ, നമ്മുടെ ബോഡിയിലുള്ള ഒരു ഓർഗൻ എന്ന് പറയുന്നത് തൈമസ് ആണ്. Both bone marrow and thymus provide microenvironment for the development and maturation of T lymphocytes.
അപ്പൊ ടി ലിംഫോസൈറ്റിന്റെ ഡെവലപ്മെന്റും മെച്ചുറേഷൻ ഒക്കെ നടക്കുന്നത് ഈ ഒരു തൈമസിലാണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ബോൺ മാരോയിലും കൂടിയിട്ടാണ് ഈ ഒരു ടി ലിംഫോസൈറ്റിന്റെ മെച്ചുറേഷനും ഡെവലപ്മെന്റ് ഒക്കെ നടക്കുന്നത്. സ്പ്ലീൻ ഈസ് എ ലാർജ് ബീൻ ഷേപ്ഡ് ഓർഗൻ. അപ്പൊ നമ്മുടെ ബോഡിയിലുള്ള ഒരു ബീൻ ഷേപ്ഡ് ഓർഗൻ ആണ് സ്പ്ലീൻ. ഇറ്റ് മെയിൻലി കണ്ടെയ്ൻ ലിംഫോസൈറ്റ് ആൻഡ് ഫാഗോസൈറ്റ്. ലിംഫോസൈറ്റും ഫാഗോസൈറ്റും ഒക്കെയാണ് ഉള്ളത്. ഇറ്റ് ആക്ട് ആസ് എ ഫിൽട്ടർ ഓഫ് ബ്ലഡ് ബൈ ട്രാപ്പിംഗ് ബ്ലഡ് ബോൺ മൈക്രോ ഓർഗാനിസം. അപ്പൊ ഇതൊരു ഫിൽട്ടർ ആയിട്ടാണ് ആക്ട് ചെയ്യുക. ബ്ലഡ് ബോൺ മൈക്രോ ഓർഗാനിസത്തിനൊക്കെയും അവിടെ ട്രാപ്പ് ചെയ്ത് വെക്കും. സ്പ്ലീൻ ഓൾസോ ഹാസ് എ ലാർജ് റിസർവോയർ ഓഫ് എറിത്രോസൈറ്റ്. അവിടെയാണ് എറിത്രോസൈറ്റ്സ് RBCs കൂടുതലായിട്ടും ഉണ്ടാകുക, ഈ സ്പ്ലീനിലാണ്. The lymph nodes are smaller solid structures located at different points along the lymphatic system. അപ്പൊ ലിംഫറ്റിക് സിസ്റ്റത്തിന്റെ ചില സ്ഥലത്ത് കാണുന്ന സ്മോൾ സോളിഡ് സ്ട്രക്ചറിനെയാണ് നമ്മൾ ലിംഫ് നോഡ് എന്ന് പറയുന്നത്. ലിംഫ് നോഡ്സ് സെർവ് ടു ട്രാപ്പ് ദ മൈക്രോ ഓർഗാനിസം ഓർ അതർ ആന്റിജൻസ്. അപ്പം ലിംഫ് നോഡിൽ ഒരുപാട് മൈക്രോ ഓർഗാനിസംസ് ട്രാപ്പ് ആകുന്നുണ്ട്, ആന്റിജൻസ് ട്രാപ്പ് ആകുന്നുണ്ട്, വിച്ച് ഹാപ്പൻ ടു ഗെറ്റ് ഇൻ ടു ലിംഫ് ആൻഡ് ടിഷ്യൂ ഫ്ലൂയിഡ്. അപ്പം ഈ ഒരു ആന്റിജൻസ് ലിംഫിലോട്ടും ടിഷ്യൂ ഫ്ലൂയിഡിലോട്ടും പോകാൻ കാരണം ഈ ലിംഫ് നോഡ്സിൽ വന്ന് ട്രാപ്പ് ആകുന്നത് കൊണ്ടാണ്. ഓക്കെ, ആന്റിജൻ ട്രാപ്ഡ് ഇൻ ദ ലിംഫ് നോഡ് ആർ റെസ്പോൺസിബിൾ ഫോർ ആക്ടിവേഷൻ ഓഫ് ലിംഫോസൈറ്റ്. അപ്പം ഇങ്ങനെ ഈ ലിംഫ് നോഡിൽ ഈ ആന്റിജൻസ് ട്രാപ്പ് ആകുന്ന സമയത്ത് അവിടെ എന്തുണ്ടാകും? ഇമ്മ്യൂൺ റെസ്പോൺസ് ഉണ്ടാകും. ഓക്കെ, there is lymphoid tissue also located within the lining of major tract. For respiratory, digestive, urogenital tracts ലൊക്കെയും lymphoid tissues ഉണ്ട്. അതിനെയാണ് മ്യൂക്കോസ അസോസിയേറ്റഡ് lymphoid tissue എന്ന് പറയുന്നത്, മാൾട്ട്. അതായത് റെസ്പിറേറ്ററി ട്രാക്ട്, ഡൈജസ്റ്റീവ് ട്രാക്ട്, യൂറോജെനിറ്റൽ ട്രാക്ട് അവിടേക്കും കണ്ടുവരുന്ന ലിംഫോയിഡ് ടിഷ്യൂ ആണ് മ്യൂക്കോസ അസോസിയേറ്റഡ് ലിംഫോയിഡ് ടിഷ്യൂ മാൾട്ട് എന്ന് പറയുന്നത്. It constitutes about 50% of lymphoid tissue in the human body. ഹ്യൂമൻ ബോഡിയിൽ കാണുന്ന 50% ആയിട്ടുള്ള ഈ ലിംഫോയിഡ് ടിഷ്യൂ എന്ന് പറയുന്നത് ഈ മാൾട്ട് ആണ്. അപ്പൊ ഇവരൊക്കെയും എന്ത് ചെയ്യും? പാത്തജൻസിനെ ട്രാപ്പ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇനി ഇപ്പൊ നമുക്ക് ലിംഫ് നോഡ് അതിന്റെയൊക്കെയും ഒരു ഡയഗ്രാം നോക്കാം. അപ്പൊ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ലിംഫ് നോഡ് എന്ന് പറയുന്നത് നമുക്കറിയാം സ്മോളർ സോളിഡ്സ് ആണ്. അപ്പൊ അവിടേക്ക് എന്ത് ചെയ്യും? ഇതുപോലെ ആന്റിജൻസിനൊക്കെ ട്രാപ്പ് ചെയ്ത് വെക്കും. തൈമസ് നമുക്കറിയാം, നമ്മൾ ജനിക്കുമ്പോൾ കുറച്ച് വലുതായിരുന്നു സൈസ്, അഡൾട്ട് ആകുന്നതനുസരിച്ച് ചുരുങ്ങി പോകുന്ന ആകെ കൂടെയുള്ള ബോഡിയിൽ ഒരു ഓർഗൻ ആണ് എന്ത്? തൈമസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലിംഫറ്റിക് വെസൽസ് ഉണ്ട്. അപ്പൊ നമുക്കറിയാം ഈ ഒരു ലിംഫ് നോഡിൽ മാത്രം ഇരുന്നാൽ പോരാ ആന്റിജൻസ്. അപ്പൊ അതിനെതിരായിട്ട് ഫൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിംഫോസൈറ്റ്സ് വേണം. അപ്പൊ അതൊക്കെ പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിംഫ് വെസൽസ് ഉണ്ട്. ഓക്കെ, ലിംഫിനെ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അതാണ് ഒരു ലിംഫറ്റിക് സിസ്റ്റം എന്ന് പറയുന്നത്. ദെൻ മാൾട്ടിനെ പറ്റി നമ്മൾ പറഞ്ഞത് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് മാൾട്ട്. മ്യൂക്കോസ അസോസിയേറ്റഡ് ലിംഫോയിഡ് ടിഷ്യൂ എവിടെയൊക്കെയാണ് കാണുക? റെസ്പിറേറ്ററി, ഡൈജസ്റ്റീവ് ട്രാക്റ്റില്, യൂറിനോജെനിറ്റൽ ട്രാക്റ്റില്. മ്യൂക്കോസ അസോസിയേറ്റഡ് ലിംഫോയിഡ് ടിഷ്യൂ ആണത്. 50% ലിംഫോയിഡ് ടിഷ്യൂ എന്ന് പറയുന്നത് ഈ ഒരു മാൾട്ട് ആണ്. പിന്നെ നമ്മൾ പഠിച്ചത് ലിംഫോയിഡ് ഓർഗൻസ് ഏതൊക്കെയാണ്? ബോൺ മാരോ, തൈമസ് എന്നൊക്കെ പറഞ്ഞു. സ്പ്ലീനിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ കൂടുതലും കാണുന്നത് എറിത്രോസൈറ്റ്സ് ആണ്. ഗ്രേവ് യാർഡ് ഓഫ് എറിത്രോസൈറ്റ് എന്ന് പറയുന്നത് സ്പ്ലീനിനെ തന്നെയാണ്. ഓട്ടോ ഇമ്മ്യൂണിറ്റിനെ പറ്റി നമ്മൾ പറഞ്ഞു. നമ്മുടെ സെൽസിനെ തന്നെ നമുക്ക് മനസ്സിലാവാത്ത, നമ്മുടെ ബോഡിക്ക് മനസ്സിലാവാത്ത അവസ്ഥ വരുമ്പോൾ അവിടെ ഒരുപാട് റിയാക്ഷൻസ് ഉണ്ടാവും. അപ്പോൾ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് ഉണ്ടാകുന്നുണ്ടെന്ന് പറഞ്ഞു. അലർജൻസ് ഉണ്ടാകുമ്പോൾ അവിടെ അലർജി റെസ്പോൺസസ് ഉണ്ടാകും. IgE ആണ് മെയിൻ ആയിട്ട് ഇത് കോസ് ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ പാസീവ് ഇമ്മ്യൂണൈസേഷൻ, ഇപ്പോൾ വാക്സിൻസ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് പാസീവ് ഇമ്മ്യൂണൈസേഷൻ ആണ് അവിടെ നടക്കുന്നത്. ആന്റിബോഡീസ് നേരിട്ട് ബോഡിയിലോട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്, ബോഡിയിൽ ഉണ്ടാകുന്ന ആന്റിബോഡീസിന് പകരം. ആക്റ്റീവ് പാസീവ് ഇമ്മ്യൂണിറ്റി ഉണ്ട്. ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി നമ്മുടെ ഓൾറെഡി നമ്മുടെ ബോഡിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? ആന്റിബോഡീസ് ഉണ്ടാകുന്നുണ്ട് ആന്റിജൻ വരുന്ന സമയത്ത്, അതാണ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി. പാസീവ് ഇമ്മ്യൂണിറ്റി വാക്സിനേഷൻ ഒക്കെ കൊടുക്കുന്ന സമയത്തുള്ളതാണ് പാസീവ് ആയിട്ടുള്ള ഇമ്മ്യൂണിറ്റി. അതായത് ഇപ്പോൾ കൂടുതലായിട്ട് പറഞ്ഞാൽ കൊളോസ്ട്രം, അതുപോലെ തന്നെ ഇപ്പോൾ മദറിൽ നിന്ന് ഫീറ്റസിലോട്ട് കിട്ടുന്ന ഇതായിട്ടുള്ള ആന്റിബോഡീസ് ഒക്കെയും ഇതുപോലെ തന്നെ പാസീവ് ഇമ്മ്യൂണിറ്റിയിൽ വരുന്നതാണ്. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അക്വയർഡ് ഇമ്മ്യൂണിറ്റി, ഇൻബോൺ ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്നൊക്കെ പറ്റിയിട്ടാണ്. അക്വയർഡ് ഇമ്മ്യൂണിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെമ്മറി ബേസ്ഡ് ആണ്. ഇപ്പോൾ ആദ്യം ഒരു പാത്തജൻ ഇൻഫെക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ പ്രൈമറി റെസ്പോൺസ് എന്നാണ് നമ്മൾ ബോഡി കൊടുക്കുന്ന റെസ്പോൺസിന് പറയുന്നത്. പിന്നീട് ആ പാത്തജൻ ഇൻഫെക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡി തന്നെ അതിനെ മെമ്മറൈസ് ചെയ്യും. ഇപ്പൊ സെക്കൻഡറി റെസ്പോൺസ് ആണ് പിന്നെ അവിടെ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ആന്റിബോഡിയുടെ സ്ട്രക്ചർ നമ്മൾ പറഞ്ഞു H2L2, അതായത് ഹെവി ചെയിൻ 2 ലൈറ്റ് ചെയിൻ 2, അങ്ങനെയാണ് ആന്റിബോഡിയുടെ സ്ട്രക്ചർ വരുന്നത്. പിന്നെ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആന്റിബോഡി കൊടുക്കുന്ന ഇമ്മ്യൂൺ റെസ്പോൺസിനെ ഹ്യൂമറൽ ഇമ്മ്യൂൺ റെസ്പോൺസ് എന്നും അത്
അത് ബി സെല്ലാണ് ആന്റിബോഡീസ് ഉണ്ടാക്കുന്നത്. ടി സെൽ ആന്റിബോഡി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബി സെല്ലിനെ ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ ടി സെൽ കൊടുക്കുന്ന ഒന്നാണ് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി, അതായത് CMI. ഓക്കെ, അപ്പൊ അതൊക്കെ മെയിൻ ആയിട്ട് ഇതാക്കി വെക്കുക. പിന്നെ ഇന്നീറ്റ് ഇമ്മ്യൂണിറ്റി ഉണ്ട്. അതിൽ എന്താണ് ഫിസിക്കൽ ബാരിയർ, സ്കിൻ, അതൊക്കെ. പിന്നെ ഫിസിയോളജിക്കൽ ബാരിയർ, സെല്ലുലാർ ബാരിയർ, അതുപോലെ സൈറ്റോകൈൻ ബാരിയേഴ്സ് ഒക്കെയും എന്താണ് ഇന്നീറ്റ് ഇമ്മ്യൂണിറ്റി ആണ്. നമ്മൾ ഇൻബോൺ, നമുക്ക് ഓൾറെഡി ജനിക്കുമ്പോൾ തന്നെയുള്ള ഇമ്മ്യൂണിറ്റി ആണ്. ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് നമുക്കൊരു ഡിസീസ് വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡിസീസ് കോസിങ് പാത്തജൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡി തന്നെ അതിന് എതിരായിട്ട് ആക്ട് ചെയ്യും. അപ്പൊ അതിനെ അല്ലെങ്കിൽ ആ ഒരു എബിലിറ്റിനാണ് ഇമ്മ്യൂണിറ്റി എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടാകുന്നത്. പിന്നെ നമ്മൾ ഒരുപാട് ഡിസീസിനൊക്കെ പറ്റി പറഞ്ഞു. മെയിൻ ആയിട്ടും റിംഗ് വോം, എലിഫന്റിയാസിസ് അല്ലെങ്കിൽ ഫിലേറിയാസിസ്, അസ്കാരിയാസിസ്, അമീബിയാസിസ്, മലേറിയ, പിന്നെ അതിന്റെ മലേറിയയുടെ ലൈഫ് സൈക്കിള്, അതായത് പ്ലാസ്മോഡിയത്തിന്റെ ലൈഫ് സൈക്കിള്. അതുപോലെ തന്നെ പ്ലാസ്മോഡിയം 2 വെക്ടർ ഉണ്ട്, ഒന്ന് ഹ്യൂമണും ഒന്ന് മോസ്കിറ്റോയും, ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോയും. പിന്നെ കോമൺ കോൾഡിനെ, റിനോവറസ് കോസ് ചെയ്യുന്ന കോമൺ കോൾഡിനെ പറ്റി പറഞ്ഞു. ന്യൂമോണിയനെ പറ്റി പറഞ്ഞു. ഹീമോഫിലസ് ഇൻഫ്ലുവൻസ, അതുപോലെ സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ കോസ് ചെയ്യുന്ന ന്യൂമോണിയനെ പറ്റി പറഞ്ഞു. ടൈഫോയിഡ്, സാൽമോണല്ല ടൈഫി കോസ് ചെയ്യുന്ന ടൈഫോയിഡിനെ പറ്റി പറഞ്ഞു. അതുപോലെ തന്നെ ടൈഫോയിഡ് മേവിയനെ പറ്റി ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തു. വൈറൽ ടെസ്റ്റ് ആണ് ടൈഫോയിഡ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള കോമൺ ഡിസീസ് അത് കോസ് ചെയ്യുന്ന കോസറ്റീവ് ഏജൻസ്, അതിന് വേണ്ടുന്ന ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്, സിംറ്റംസ് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഹെൽത്തിനെ പറ്റിയിട്ടുള്ള കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഡിസീസ് 2 ടൈപ്പ് ഉണ്ട്, ഇൻഫെക്ഷ്യസ് ഡിസീസ്, നോൺ ഇൻഫെക്ഷ്യസ് ഡിസീസ്. ഇതിനൊക്കെയും പറ്റിയിട്ട് നമ്മൾ ഇതിൽ മെൻഷൻ ചെയ്തു. അപ്പൊ നെക്സ്റ്റ് എയ്ഡ്സ് എന്ന ടോപ്പിക്, അപ്പൊ അത് മുതൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇത്രയാണ് ഇന്ന് പഠിപ്പിച്ചത്. ഇത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു പോവാം. പിന്നെ ഇതിൽ കൂടുതലായിട്ടും വരിക ഈ ഡിസീസും അതിനെ കോസ് ചെയ്യുന്ന കോസറ്റീവ് ഏജൻസിനൊക്കെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. പിന്നെ ലിംഫറ്റിക് സിസ്റ്റത്തിനെ പറ്റി കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. അല്ലെങ്കിൽ ബോൺ മാരോ, തൈമസ്, അപ്പോൾ അതിൽ നടക്കുന്ന കാര്യങ്ങൾ, അതൊക്കെയാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, താങ്ക് യു.